എല്ലാവർക്കും നമസ്കാരം. എസൻസിൻ്റെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി. അതുപോലെ തിരുവനന്തപുരത്ത് ഈ ഡിസംബർ മാസം അവസാനം ഇതുപോലെ ഒരു ഉജ്ജ്വലമായൊരു പരിപാടി, വൻ വിജയമായൊരു പരിപാടി സംഘടിപ്പിച്ചതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ തിരുപ്പിറവി തിരുവനന്തപുരം, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കോട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈജിപ്തിലെ രാജാവായിരുന്ന കിങ് ഫാറൂഖ്, ഇദ്ദേഹം 1936 ഈജിപ്തിൻ്റെ രാജാവായി. 52 ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. ഒരു മിലിറ്ററി കൂ വഴി അദ്ദേഹത്തെ രാജസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഇദ്ദേഹത്തെ ഒരു മിലിറ്ററി കൂ വഴി ഈജിപ്തിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി. 16 വയസ്സിൽ രാജാവായി 32 വയസ്സിൽ പുറത്താകുന്നതിന് മുന്നേ കുട്ടിത്തത്തിൻ്റെതായ എല്ലാ പക്വതയില്ലായ്മയും കൊണ്ട് ശ്രദ്ധേയനായ ഒരു രാജാവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പുറത്താക്കിയോണ്ടേ ഇദ്ദേഹം പറഞ്ഞത് ഈ ലോകം മൊത്തം വിപ്ലവത്തിലാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ലോകത്ത് 5 രാജാക്കന്മാർ മാത്രമേ ഇനി അവശേഷിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്ന് കിങ് ഓഫ് ഇംഗ്ലണ്ട്, പിന്നെ കിങ് ഓഫ് സ്പേഡ്സ്, കിങ് ഓഫ് ക്ലബ്സ്, കിങ് ഓഫ് ഹാർട്ട്സ്, കിങ് ഓഫ് ഡയമണ്ട്സ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവും പിന്നെ ചീട്ടുകൂത്തിലെ 4 രാജാവ്, മറ്റേ ക്ലാബർ രാജാവ്, സ്പേഡ് രാജാവ്, ഡയമണ്ട് രാജാവ്, ഇവരെല്ലാം പിന്നെ ഇംഗ്ലണ്ടിലെ രാജാവ്. ഈ 5 രാജാക്കന്മാരെ ലോകത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് രാജാവ് സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ രാജാവല്ല എന്നുള്ളതാണ്. പടിപടിയായി നൂറ്റാണ്ടുകളിലൂടെ ഈ അധികാരം അദ്ദേഹം സറണ്ടർ ചെയ്ത് പ്രജകൾക്ക് അദ്ദേഹം വിട്ടുകൊടുത്ത് പാർലമെന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു നാമമാത്രമായ ഒരു ഭരണാധികാരിയാണ് ഇംഗ്ലണ്ടിലെ രാജാവ്. ഇന്നാണെങ്കിൽ ക്വീൻ എലിസബത്ത് എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് 16 രാജ്യത്തിന്റെ പരമാധികാരിയാണ്. പക്ഷെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. പക്ഷെ പേരിൽ 16 രാജ്യങ്ങളുടെ അധികാരിയും അതിൽ കൂടുതൽ രാജ്യങ്ങളുടെ രക്ഷാധികാരിയും ഒക്കെയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, അതായത് അധികാര സ്ഥാനത്തിരിക്കുക എന്നാൽ പേരിന് മാത്രം അധികാരം, ഈ ഒരു അടവ് നമ്മളുടെ മതം പല സമയത്തും പരീക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മതത്തിന് പറ്റുന്ന സമയത്ത് പരമാവധി അധികാരം ജനങ്ങളുടെ പുറത്തും അവരുടെ വിശ്വാസങ്ങളുടെ പുറത്തും കടുംപിടുത്തവുമായിട്ട് അവതരിപ്പിക്കുക. അതിനുശേഷം അങ്ങനെ ഒരു കടുംപിടുത്തം നടക്കില്ല എന്ന് വരുന്ന സമയത്ത് എന്ത് ലെവൽ വരെ കോംപ്രമൈസ് ചെയ്യാനും മതം തയ്യാറാവുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പ്രസന്റേഷനിൽ വഴിയെ കാണാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മെയിൻ പ്രസന്റേഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഈ തിരുപ്പിറവി, അതായത് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചു എന്ന് പറയുന്ന ഒരു കഥ, ഇതൊരു ചരിത്രമാണോ, ഒരു പുരാണമോ, ഒരു മിത്താണോ, അതൊരു റിയാലിറ്റിയാണോ, ഒരു സംഭവമാണോ, ഹിസ്റ്ററിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലമാണ്. ഈ നവംബർ ഡിസംബർ ആകുമ്പോൾ നമ്മൾ കാണാറുണ്ട് 2 പ്രമുഖ ദൈവങ്ങളുടെ ഒരു ഉത്സവ കാലഘട്ടമാണ് നവംബർ ഡിസംബർ. ഒന്ന് അയ്യപ്പനും ഒന്ന് യേശു. ഈ ഉത്സവ സീസണിൻ്റെ ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഭക്തിഗാനങ്ങളാണ്. ഈ ഭക്തിഗാനങ്ങളിൽ അയ്യപ്പനും യേശുവിനും ഒരേ പ്രശ്നമുണ്ട്, രണ്ടുപേർക്കും വിഷയദാരിദ്ര്യമാണ്. അപ്പോൾ അയ്യപ്പനെ സംബന്ധിച്ച് മറ്റേ 18-ാം പടി ഹരിഹരസുധൻ അയ്യപ്പൻ, സ്വാമി ശരണം അയ്യപ്പ ശരണം, ഇങ്ങനെ പിന്നെ കുറച്ച് വാവരുടെ കഥ, പിന്നെ കുറച്ച് എരുമേലി പേട്ട, കഴിഞ്ഞു, സബ്ജക്റ്റ് തീർന്നു. ഇനി പാട്ട് എഴുതാൻ കഥയില്ല. ഇത്രയും പോയിന്റ് വെച്ചിട്ടാണ് ഈ ആയിരക്കണക്കിന് പാട്ടുകൾ ആൾക്കാർ ഇങ്ങനെ വർഷാവർഷം എഴുതി വിടുന്നതും കാസറ്റ് CD ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നത്. ഇതേ ഒരു പ്രശ്നമാണ് യേശുവിനുള്ളത്. അപ്പോൾ ഉണ്ണി പിറന്നു, ബേത്ലഹേമിൽ പിറന്നു, കുറച്ച് ആട്ടിടയന്മാർ വന്നു, കുറേ പണ്ഡിതന്മാർ വന്നു, ഇങ്ങനെ 5-6 പോയിന്റ് കഴിഞ്ഞാൽ സംഭവം തീർന്നു. ഇതിൽ കൂടിയ കഥയൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ഓരോ വർഷവും, ഈ വർഷമാണ് ഈ ജിമിക്കി കമലിന്റെ പാരഡി വരെ ക്രിസ്മസ് കാരലായിട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പരിമിതമായ ഒരു കഥ വെച്ചിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ തിരുപ്പിറവി ചരിത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ പുൽക്കൂട്, രാജാക്കന്മാർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ ചരിത്രം എന്താണ്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെ ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഈ വിശ്വാസങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് സഭ എപ്പോഴും തയ്യാറാവും. ഇത് കത്തോലിക്ക മതത്തിൻ്റെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ വേദപാഠം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുസ്തകമുണ്ട്. പോപ്പ് ഇതിനു മുന്നേ ജോൺ പോൾ II പ്രസിദ്ധീകരിച്ച 90കളിൽ പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ്. ഒരുപക്ഷെ ഇത്ര സമഗ്രമായിട്ട് ആദ്യമായിട്ടാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം ഒരു ഗ്രന്ഥമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ അവർ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ബൈബിളിലെ ആദ്യത്തെ കഥയായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ് മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ദൈവം എല്ലാം 6 ദിവസം കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളൊരു കഥ. അപ്പോൾ ഈ വിശ്വാസ പ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് കത്തോലിക്ക സഭ പറയുന്നുണ്ട്, ഈ പറയുന്ന കഥ സിംബോളിക്കാണ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല, അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, ഇത് സിംബോളിക്കാണ്, ഒരു പ്രതീകാത്മകമായ ഒരു വിവരണമാണ് എന്ന് സഭ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ, എന്നാൽ തിരുപ്പിറവിയെ സംബന്ധിച്ച് വരുമ്പോൾ സഭയുടെ നിലപാട് ഇതല്ല. ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഏതാണ് മിത്ത്, ഏതാണ് ചരിത്രം എന്നുള്ള സഭ പറയും, നമ്മൾ കേട്ടോളണം. അതിനപ്പുറത്തേക്ക് നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ അന്വേഷണം എന്ന് പറഞ്ഞാൽ സഭ ഇത് ഈ പറഞ്ഞ ഇപ്പം ക്രിയേഷൻ 6 ദിവസത്തെ സൃഷ്ടികർമ്മം കഥയാണെന്ന് പറയുമ്പോൾ സഭ അക്ഷരാർത്ഥത്തിൽ നടന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഭവമാണ് തിരുപ്പിറവി. അതിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്.
അതിന് മുന്നേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ചെറിയൊരു രഹസ്യമുണ്ട്. അതായത് ഈ പുൽക്കൂട്ടിൽ യേശുവിനെ കിടത്തുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആട്ടിടയന്മാർ വന്ന് നമസ്കരിച്ച് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിലൊരു ആട്ടിടയൻ ആക്ച്വലി യേശുവിനെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ നോക്കി. യേശുവിൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ട് അയാളോട് വഴക്കുണ്ടാക്കിയിട്ടാണ് യേശുവിനെ തിരിച്ച് അവിടെ കിടത്തിയത്. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കഥ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇതായത് കണ്ടോളൂ. ഇത് കുറച്ച് കുട്ടികൾ കളിച്ചൊരു നാടകമാണ്. ഇത് പണ്ടൊക്കെ നടന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥ കൂടി ഒരു പക്ഷേ ബൈബിളിൽ വന്നേനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ യേശുവിൻ്റെ കഥ, ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടികഥയിലേക്ക് പോകുന്നില്ല, യേശുവിൻ്റെ കഥ ചരിത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ പല റേഞ്ചിലുള്ള മറുപടി നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ പ്രധാനമായിട്ട് 4ആയിട്ട് തരംതിരിക്കുകയാണ്. ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇത് ലിറ്ററലി ട്രൂ, അക്ഷരാർത്ഥത്തിൽ ഇത് സത്യമാണ്, ഇതിങ്ങനെ തന്നെയാണ് നടന്നത്, വള്ളി പുള്ളി വ്യത്യാസമിടാതെ ഇത് ഈ കഥ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടർ. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഈ പെന്തിക്കോസ് അങ്ങനത്തെ വിശ്വാസികൾ, ഇവർ ഭയങ്കര കട്ട വിശ്വാസികളാണ്, അവർ ഇത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ ബൈബിളിൽ ഇല്ലാത്ത ഉള്ളത്, അല്ലെങ്കിൽ ഈ കഥയിലുള്ളത്, ഈ തിരുപ്പിറവി കഥയിലുള്ളത് കുറച്ച് മിത്ത് കുറച്ച് യാഥാർത്ഥ്യം, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണിപ്പം കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസം നമ്മൾ കണ്ടത്. ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതൊക്കെ മിത്താണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു മൂന്നാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് യേശു ജനിച്ചു കാണും, ജീവിച്ചു കാണും, പക്ഷേ അതിൽ പറയുന്ന ബൈബിളിൽ പറയുന്ന മാജിക്, അതായത് പ്രകൃത്യാതീത ശക്തികളുടെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, മാജിക് ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഈ അവസാനം വരുന്നത് യേശു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവിച്ചിരുന്നിട്ടില്ല, ഇതൊരു പൂർണ്ണമായ ഒരു മിത്താണ് എന്ന് പറഞ്ഞ ഏകദേശം ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് ഈ ആളുകളുടെ ഇതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ യേശു ചരിത്ര പുരുഷനാണോ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഇങ്ങനൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുമ്പോൾ അത് കേവലം ഒരു മതപരമായൊരു ചോദ്യം മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഏകദേശം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അതായത് 4-ാം നൂറ്റാണ്ടിൽ ആ കാലം മുതൽ യൂറോപ്പ് വഴി യൂറോപ്പിൻ്റെ കോളനികളായ തെക്ക് വടക്ക് അമേരിക്ക, ഇപ്പുറത്ത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മുതൽ ലോകത്തിൽ ഒരു അളവ് വരെ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ വരെ ലോകത്തിൻ്റെ മൊത്തം ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് ഈ യേശു എന്ന് പറയുന്നത്. അപ്പോൾ ഈ യേശു ജീവിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത്, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സഭ യുദ്ധങ്ങൾ മുതൽ, കുരിശ് യുദ്ധങ്ങൾ മുതൽ ചോരപ്പുഴകൾ ഒഴുക്കുകയും ലോക രാജ്യങ്ങൾ ആക്രമിക്കുകയും കീഴടക്കുകയും കോളനികൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിലെ ചില ആർക്കിയോളജിക്കൽ തെളിവുകളുടെ പുറത്ത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് യേശു എന്നുള്ള വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് എത്രമേൽ തെളിയിച്ചാലും ഏതോ ഒരു യേശു എന്ന് പറഞ്ഞ ഏതോ ഒരു വ്യക്തി എവിടെയോ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കാനാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും പലപ്പോഴും യുക്തിവാദികൾക്ക് പോലും താല്പര്യം. കാര്യം ഈ സംസ്കാരം, ഈ രാജ്യങ്ങൾ, ഇവിടെ നൂറുകണക്കിന് ചരിത്രങ്ങൾ, തലമുറകളായി ഇവർ വിശ്വസിച്ചിരുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ആദ്യം പറയും ലിറ്ററലി ട്രൂ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ അധികം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇതിൽ കുറച്ച് മിത്ത് ആൻഡ് റിയാലിറ്റി, അല്ലെങ്കിൽ എല്ലാം മാജിക് ഒഴിച്ചെല്ലാം ശരിയാണെന്ന് പറഞ്ഞ ഈ 2 കാറ്റഗറി ആളുകളെയാണ് നമ്മൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്.
ഈ ചരിത്രം പഠിക്കുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ യേശു അല്ലെ ഏതൊരു മത നേതാവിനെ എടുത്തോ, നമ്മളിപ്പോൾ അമൃതാനന്ദമായി എടുത്തോ, ആരെ എടുത്തോ, സായിബാബ എടുത്തു, ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ സാധാരണഗതിയിൽ പുസ്തകങ്ങൾ എഴുതുക. എസ്പെഷ്യലി 2000 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ രാജ്യത്തെ ലിറ്ററസി റേറ്റ്, അതായത് സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ഏകദേശം 3%. അപ്പോൾ ഈ 97% ജനങ്ങൾ വായിക്കാത്ത സ്ഥലത്ത് പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ എഴുതിയിരിക്കുന്ന ആളുകളെല്ലാം ഈ കഥ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ച ആളുകളാണ് കൂടുതലും കഥ എഴുതുന്നത്. അതില്ലെന്നോ അല്ലെങ്കിൽ ഒരു ഖണ്ഡനം എഴുതുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് ആലോചിക്കാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഔദ്യോഗികമായി രാജാവ്, അതായത് ഈ റോമാ സാമ്രാജ്യം ഈ മതം ഏറ്റെടുത്തതിന് ശേഷം അതിനുള്ള പഴയ തെളിവുകളെല്ലാം നശിപ്പിക്കുകയും ക്രിസ്ത്യാനികളിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു വിഭാഗത്തിന്റെ മാത്രം പുസ്തകം എടുത്തിട്ടാണ് നമുക്ക് ഇന്നുള്ള പുസ്തകം കിട്ടുക. അതുകൊണ്ട് ഈ പുസ്തകങ്ങളെ മതം ശരിയാണെങ്കിൽ മതവിശ്വാസികൾ നമുക്ക് തരുന്ന പുസ്തകങ്ങൾ പഠിച്ചിട്ട് തന്നെ വേണം നമുക്ക് ഇത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട്. അതിന് പുറത്തുള്ള തെളിവുകൾ വളരെ കുറവാണ്. കാര്യം, ഒരാൾ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും പുസ്തകങ്ങൾ എഴുതില്ല, ആരും രേഖകൾ ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി സഭയുടെ അടിസ്ഥാനത്തിൽ ഇതും കത്തോലിക്ക സഭയുടെ വേദപാഠത്തിൽ നിന്ന് വരുന്ന ഒരു കൊട്ടേഷനാണ്. അവർ പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസം പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ബൈബിളിലും അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പാരമ്പര്യം, ഇപ്പോൾ ഈ രണ്ടും തുല്യ പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ ഒരു പ്രാവശ്യം എഴുതി അതോടെ തീർന്നു. പാരമ്പര്യം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തുറന്ന് കാണും. ഇപ്പം 20-ാം നൂറ്റാണ്ട് വരെ പുതിയ വിശ്വാസങ്ങൾ കണ്ടുപിടിച്ച കഥകളുണ്ട്. അത് നമ്മൾ വഴിയെ കാണാം. അപ്പോൾ ഈ രണ്ടും വിശ്വാസം പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി കത്തോലിക്ക സഭയുടെ പ്രായോഗിക രീതിയിൽ ഇന്ന് പറയുവാണെങ്കിൽ പാരമ്പര്യം ആണ് സഭയുടെ അടിസ്ഥാനം. സഭ തീരുമാനിക്കുക എന്താണ് വിശ്വാസം എന്നുള്ളത്. ബൈബിളിലും അവിടെ ഒരു വെയിറ്റേജ് കുറവാണ്. സഭ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ഏതൊരു സിനിമ പറയുമ്പോൾ ഇന്നലെ കണ്ടുപിടിച്ച പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞ പോലെ ഇന്നലെ കണ്ടുപിടിച്ച പാരമ്പര്യങ്ങളും വരും. നമ്മുടെ നാട്ടിലെ അക്ഷയ തൃതീയൊക്കെ വന്നെന്ന് പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ പുതിയതായിട്ട് ഇന്നലെയൊക്കെ കണ്ടുപിടിക്കുന്ന സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഷാഡോ ആർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേന മുതൽ പെൻസിൽ മുതൽ ക്ലിപ്പ് മുതൽ ഇങ്ങനെ ഒരു പൂ മുതൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് ആ ലൈറ്റിന്റെ ഷാഡോ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഗാന്ധിയുടെ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആ വസ്തുക്കളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഇമേജ്, ഒരു ചിത്രം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതൊരു പക്ഷേ ഗാന്ധി ആവാം, ഒരു പക്ഷേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആവാം, ഒരു പക്ഷേ അത് ഒരു ഗണപതിയോ സരസ്വതിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു നിഴൽ കൊണ്ട് ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇത് ഏകദേശം ഇതേ ഒരു പ്രക്രിയയാണ് നമ്മുടെ മുമ്പിൽ സഭ വയ്ക്കുന്നത്. നമ്മളിപ്പം ബൈബിളിലെ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇപ്പം എഴുതിയ ചരിത്രം നമ്മൾ നോക്കുമ്പം ഇതിനെക്കുറിച്ച് പേരുകൾ പരിചയമുള്ളവർക്ക് അറിയായിരിക്കും. പുതിയ നിയമത്തിൽ 27 ബുക്സാണുള്ളത്. അതിൽ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ എന്ന് പറയും. മലയാളത്തിൽ മത്തായി, മർക്കോസ്, ലൂക്ക, ജോൺ, യോഹന്നാൻ എന്ന് പറയുന്ന 4 പേര് എഴുതിയതാണ്. ഇവിടെയാണ് യേശുവിന്റെ ജീവചരിത്രമൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഉള്ളത് ഇവരുടെ കുറച്ച് നാളത്തെ ആദ്യത്തെ സഭയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ആക്ട്സ് ഓഫ് ദി അപ്പസ്റ്റൽസ്, അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിനുശേഷം കുറേ ലേഖനങ്ങളുണ്ട്. കുറേ പലർക്ക് എഴുതിയ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കുറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലേഖനങ്ങളുണ്ട്. അവസാനം ഒരു വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത് വായിക്കുന്ന ആൾക്ക് തോന്നുന്ന ആദ്യം ഒരു യേശു ഉണ്ടായിരുന്നു, അദ്ദേഹം ജനിച്ചു, അദ്ദേഹം മരിച്ചു, അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു സഭയുണ്ടാക്കി, അതിനുശേഷം അത് തുടർന്ന് വളർന്നു വന്നു എന്നൊരു ധാരണയാണ് മനുഷ്യർക്ക് കിട്ടുന്നത്. പക്ഷെ ആക്ച്വലി ഈ പുസ്തകങ്ങൾ എഴുതിയത് ഇങ്ങനെയല്ല. ആക്ച്വലി പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു എഴുതിയ 7 ലേഖനങ്ങളിലാണ് ഇത് തുടങ്ങുന്നത്. ഈ 7 ലേഖനങ്ങളിൽ യേശുവിന്റെ ജീവചരിത്രം ഒന്നുമില്ല. യേശു നല്ല ഒരു മിത്ത് ആവാനുള്ള എല്ലാ സാധ്യതയും അതിൻ്റെ അകത്തുണ്ട്. അതായത് ജീവിച്ചിരുന്ന കഥാപാത്രമല്ല, ഒരു സങ്കല്പിക കഥാപാത്രമാണുള്ള എല്ലാ സാധ്യതയിലുള്ള ഒരു 7 ലേഖനങ്ങളാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി അതിൽ തരുന്നത്. അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചോ ജീവചരിത്രത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ വളരെ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു സ്ഥലത്തോ മറ്റോ യേശുവിന്റെ അമ്മ എന്നൊരു വാക്കോ മറ്റോ പറയുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ സംഭവം ഇങ്ങനെ പോയതിനു ശേഷമാണ് പിന്നീടാണ് ഈ നമ്മൾ പറയുന്ന സുവിശേഷങ്ങളെന്നും യേശുവിന്റെ ചരിത്രവും അതിലിങ്ങനെ പുതിയ പുതിയ കഥകൾ ചേർത്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഈ പേരുകളെ പരിചയമുള്ള ആളുകൾക്ക് ഇത് ശ്രദ്ധിക്കാം. ഈ CE എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇറ, നമ്മൾ AD എന്ന് പണ്ട് പറഞ്ഞിരുന്നത്, ഇപ്പോൾ സെക്യുലറായിട്ട് CE കോമൺ ഇറ എന്ന് പറയുന്ന വർഷം 50 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ 7 പുസ്തകങ്ങൾ എഴുതുന്നത്. ഈ 70ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോമൻ ജനറൽ ടൈറ്റസ് അദ്ദേഹം വന്ന് ജെറുസലേം എന്ന് പറയുന്ന ജൂതന്മാരുടെ പ്രധാന പട്ടണം അതിനെ നശിപ്പിച്ച് ജൂതന്മാർ മുഴുവൻ എക്സൈലിൽ പോവുകയും അവർ പരദേശവാസത്തിലേക്ക് പോവുകയും അവരുടെ സ്വന്തം നാട് വിട്ടു പോവുകയും അവരുടെ സംസ്കാരവും രാജ്യവും മൊത്തം നശിക്കുകയും ചെയ്തൊരു വർഷമാണ് AD 70. AD 70 ശേഷം ജൂതന്മാരുടെ പുറത്ത് റോമാ സാമ്രാജ്യത്തിന്റെ സമഗ്രാധിപത്യമാണ്. ആ കാലത്താണ്
പിന്നീട് ആക്ച്വലി യേശുവിന്റെ കഥ എഴുതിയതായ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതും പാരമ്പര്യം അനുസരിച്ചുള്ളത് AD 70 ശേഷമാണ്. അതായത് ജൂതന്മാരുടെ സംസ്കാരവും അവരുടെ നഗരവും പൂർണ്ണമായി തകർന്നതിന് ശേഷം വന്ന കഥകളാണ് യേശുവിനെ കുറിച്ച് ഇന്ന് നമ്മൾ കാണുന്ന കഥകളെല്ലാം. അതിനുശേഷമാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ സ്യൂഡോഗ്രാഫി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാവുന്ന ടൈപ്പ് കുറേ ലേഖനങ്ങളുണ്ട്. അത് പൗലോസ്, പത്രോസ് അല്ലെങ്കിൽ പീറ്റർ, ഇങ്ങനെ ജോൺ, പലരുടെ പേര് വെച്ചിട്ട് ഓരോരുത്തർ എഴുതുകയാണ്. പക്ഷെ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പം പല ദശാബ്ദങ്ങളോ ഒരു നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് എഴുതിയ പുസ്തകങ്ങളാണ് അവരുടെ പേരിൽ ഇന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സഭാപിതാക്കന്മാരോട് ചോദിച്ചാൽ അത് പറയാം, അയാളുടെ ഗുരു ആയതുകൊണ്ട്, അയാളുടെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതായതുകൊണ്ട് അങ്ങനെ എഴുതി. പക്ഷേ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഫ്രോഡാണ്, കള്ളത്തരാണ്, ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരാളുടെ പേരിൽ ബുക്ക് എഴുതാന്ന് പറഞ്ഞാൽ തട്ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടിപടിയായിട്ടാണ് ഈ ചരിത്രം ബൈബിളിൽ വരുന്നത്. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിലുള്ളത് ഈ മത്തായിയുടെ സുവിശേഷം. ഉദാഹരണം പറഞ്ഞാൽ മത്തായി എന്ന് പറയുന്ന ആൾ എഴുതിയ ആദ്യത്തെ സുവിശേഷം, അതിൻ്റെ അകത്ത് അതിൻ്റെ സഭയുടെ ഇൻട്രൊഡക്ഷനാണ്. സഭ പറയുന്നത് ഇന്ന ഒരാൾ ഇന്ന കാലഘട്ടം മുതൽ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നല്ലാതെ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അത് ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് ഒരു സ്ഥലത്തും പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ യേശുവിൻ്റെ ജനനം എന്ന് പറയുന്ന ആ കഥയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ആദ്യം എഴുതിയ മർക്കോസ് എന്ന് പറയുന്ന സുവിശേഷം, അദ്ദേഹം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ല. ലോകത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചൊരു കഥ ഇല്ല. രണ്ടാമതാണ് മാത്യു എന്ന് പറയുന്ന ആൾ എഴുതുന്നത്. അതിൻ്റെ യേശുവിൻ്റെ കഥ വരുന്നത്. ഈ കഥ വരുന്നത് AD 70 ശേഷം, ജെറുസലേം നഗരം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, ജൂതന്മാർ 4 ഭാഗത്തേക്കും ചിതറിപ്പോയതിന് ശേഷം എഴുതുന്ന ഒരു കഥയാണ് മാത്യുവിൻ്റെ കഥ. അതിലാണ് ഈ ബൈബിളിലൊരു പുസ്തകത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കഥ വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അതിൽ തുടങ്ങുന്നത് യേശുവിൻ്റെ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഈ ദാവീദ് എന്ന് പറയുന്ന ഒരു ജൂതന്മാരുടെ രാജാവായിരുന്നു. അപ്പം ഈ AD 1-ാം നൂറ്റാണ്ടിന് ഏകദേശം 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി മുതലുള്ള യേശുവിന്റെ ജീവചരിത്രം പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ തുടങ്ങുന്നത്. അതിനുശേഷം അപ്പം ഇദ്ദേഹത്തിന്റെ കണക്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഈ മറിയയും ജോസഫ് എന്ന് പറയുന്ന ആളുകൾ, അപ്പം മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അതിനുശേഷം ജോസഫ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പം ദൈവത്തിന്റെ ദൂതൻ ജോസഫിനോട് വന്നിട്ട് പറഞ്ഞു, അവളെ ഉപേക്ഷിക്കരുത്, അത് പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്, പരിശുദ്ധാത്മാവിനോട് കൊണ്ട് സംഭവിച്ചതാണ്, അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കരുത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നു, കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് സംഭവിക്കാനാണ് ഇതെല്ലാം നിവർത്തിയാവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം, അപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത് പറയുന്ന ഒരു ഹെറോദേസ് എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ചാണ്. ഈ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദേസ് എന്ന് പറയുന്ന രാജാവ് BC 4 മരിച്ചുപോയൊരു മനുഷ്യനാണ്. അതായത് AD തുടങ്ങുന്നതിന് 4 വർഷം മുന്നേ മരിച്ചുപോയൊരു മനുഷ്യനാണ്. അപ്പോൾ ആ കാലത്ത്, അദ്ദേഹത്തിന്റെ കാലത്ത് കുറച്ച് ജ്ഞാനികൾ ജെറുസലേമിലെത്തി രാജാവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, യേശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാജാവ് ജനിച്ചു എന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി, ഞങ്ങളൊരു നക്ഷത്രം കണ്ടു, അദ്ദേഹം എവിടെയെന്ന് ചോദിക്കുന്നു. രാജാവ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അവർ ജ്ഞാനികളോട് ചോദിക്കുന്നു. ജ്ഞാനികൾ ബെത്ലഹേം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് പറയുന്നു. അങ്ങനെ ബെത്ലഹേമിലേക്ക് പോകുന്നു. ഇതാണ് കഥ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ബെത്ലഹേമിൽ ഇദ്ദേഹം ജനിച്ചതിന് ശേഷം ഈ രാജാവിനൊരു പേടി, ഈ വരുന്ന ശിശു വലുതായാൽ എൻ്റെ രാജസ്ഥാനം പോവുമോ, യഹൂദന്മാരുടെ രാജാവ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജാവ് ഈ കുട്ടിയെ കൊല്ലാൻ ആളെ അയച്ചു. അവിടെ ചെന്നപ്പോൾ കുട്ടിയെ കിട്ടിയില്ല. അതുകൊണ്ട് ആ പ്രദേശം ഉണ്ടായിരുന്ന 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു. ഇങ്ങനെയാണ് കഥ. അപ്പോൾ ഈ കുട്ടികളെ കൊല്ലുന്ന അറിഞ്ഞിട്ട് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വെളിപാട് കിട്ടുകയും അദ്ദേഹം ഈ കുട്ടിയെ കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഈജിപ്തിലേക്ക് ഓടിപ്പോയി അദ്ദേഹം പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിവ് കിട്ടി, ഈ ഹെറോദേസ് മരിച്ചുപോയി, ആ രാജാവ് മരിച്ചുപോയി, ഇനി തിരിച്ചു വരാം എന്നൊരു അറിയിപ്പ് കിട്ടി. അദ്ദേഹം തിരിച്ചു വരാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ ഹെറോദേസിന്റെ മകൻ അടുത്ത രാജാവായി എന്ന് അറിയുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജൂദയായിലേക്ക് തിരിച്ചു വരാതെ ഗലീലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നസറത്തിലേക്ക് പോകുന്നു. നസറത്തിലേക്ക് പോയി അവിടെ താമസിക്കുന്നു. അങ്ങനെയാണ് ജീസസ് ഓഫ് നാസറത്ത്, നസ്രായനായ യേശു, നസ്രത്തുകാരനായ യേശു എന്നൊരു കഥ വരുന്നത്. അങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ഇതിൽ സുവിശേഷത്തിൽ പറയുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട് ഇതിൽ തെറ്റായിട്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വംശാവലി. ഈ 100 വർഷത്തെ വംശാവലി പറയുന്നത് വേറെ ഒരു രേഖയും ഉണ്ടായിട്ടല്ല. 40 തലമുറ, 1000 വർഷത്തെ വംശാവലി ഇദ്ദേഹം പറയുന്നത് യാതൊരു തെളിവും ഉണ്ടായിട്ടല്ല. അതേസമയം അതുപോലെ തന്നെ ഈ മാജിക്, ദൂതൻ വന്നു എന്നൊക്കെ പറയുന്നത് അല്പം പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കഥയാണ്. ഒരു കഥയായിട്ട് തന്നെ എടുക്കുക. അതിൽ ഒരു വശം, 1% പോലും നമുക്കൊരു ഫാക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു വസ്തുത എൻ്റെ അടുത്തില്ല. അതുപോലെ ഈ കിഴക്ക് നിന്ന് കുറച്ച് രാജാക്കന്മാർ വന്നു എന്നൊക്കെ പറഞ്ഞു, അതും ഒരു തെറ്റിദ്ധാരണ. അതായത് അസ്ട്രോളജിയും അസ്ട്രോണമി, അതായത് നമ്മുടെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിലൊരു തെറ്റിദ്ധാരണ എന്നാണ് ഇദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. ജ്യോതിഷികൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി ചില കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പാവ ഇങ്ങനെ എഴുതിയത്. അത് നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ അങ്ങനെ ഇവർ വരുന്നു, ഇവർ ബെത്ലഹേമിൽ ജെറുസലേമിൽ വരുന്നു, അവിടെ നിന്നൊരു നക്ഷത്രം ഇവർ വഴികാട്ടി കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ നടക്കാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമാന്യ വിധത്തിലൊരു ഹെലികോപ്റ്റർ പോയി കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് പോലും കറക്റ്റായിട്ടൊരു വീടിൻ്റെ അവിടെ എത്താൻ നമുക്ക് പറ്റില്ല. ഈ നക്ഷത്രം പോണ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടന്നെത്താൻ അല്ലെങ്കിൽ ഒട്ടത്തിൻ്റെ പുറത്ത് എത്താവുന്ന സ്പീഡല്ല. അപ്പോൾ ഈ 100 കണക്കിന് കിലോമീറ്ററുകൾ ആകാശത്തിൽ പോകുന്ന നക്ഷത്രം ഒരു വഴി കാണിച്ചതിന് ശാസ്ത്രീയമായി യാതൊരു വിശദീകരണവും അതിനില്ല. ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു മാജിക് കഥ, ഓക്കെ, ഹാരി പോട്ടർ എന്നൊക്കെ പറയുന്ന ഒരു കഥ എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ വിശദീകരിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെ പല കഥകളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രവചനം പറഞ്ഞു. ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്നത് അതൊരു പ്രവചനം, അതായത് പഴയ നിയമത്തിൽ തിരുവെഴുത്തുകളിൽ പണ്ട് കാലത്ത് ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, യേശു നസ്രത്തുകാരൻ എന്ന് വിളിക്കപ്പെടും, അതുകൊണ്ടാണ് അവർ ആ പ്രവചനം നിവർത്തിയാവാൻ വേണ്ടി നസ്രത്തിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഇത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, അമേരിക്കയിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ഈ ബൈബിളിന്റെ ഒരു നോട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു നസ്രത്തിൽ ജനിക്കും എന്നൊരു പ്രവചനം ബൈബിളിന്റെ പഴയ നിയമം എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങും ഇല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ KCBC പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മെത്രാൻ സമിതി പോലെ അമേരിക്കൻ മെത്രാൻ സമിതി പ്രസിദ്ധീകരിച്ച ബൈബിളിന്റെ ഫുട് നോട്ടാണ്, അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു മത്തായി എന്ന് പറയുന്ന ഒരു പ്രവചനം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ കത്തോലിക്ക വേദപുസ്തകം തന്നെ അല്ലെങ്കിൽ കത്തോലിക്ക മെത്രാൻ സമിതി നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രവചനം ഇല്ല. ഇപ്പം സാംസൺ എന്ന് പറയുന്ന ഒരാൾ നാസീർ ആയിരിക്കും. നാസീർ എന്ന് പറഞ്ഞാൽ വ്രതം എടുത്ത ഒരാളെന്നൊക്കെയുള്ള മീനിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനം തെറ്റായി ധരിച്ചിട്ടാണ് ഈ മത്തായി ഇദ്ദേഹം നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ യേശുവിനെ അദ്ദേഹം ബലം പ്രയോഗിച്ച് നസ്രത്തിലേക്ക് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കഥ ഉണ്ടാകുന്നത്. ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന്, പൂർണ്ണമായൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്ന ഒരു പേരാണ് ജീസസ് ഓഫ് നാസറത്ത് അല്ലെങ്കിൽ നസ്രത്തുകാരനായ യേശു എന്ന് പറയുന്നത്. ഓക്കെ, വേറൊന്ന്, ഇദ്ദേഹം തിരിച്ച് ജൂദയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഹെറോദ് ദ ഗ്രേറ്റിന് പകരം അദ്ദേഹത്തിന്റെ മകൻ അർക്കിലാവോസ്, ഹെറോദസ് അർക്കിലാവോസ് എന്ന് പറയുന്ന അടുത്ത ആള് അവിടെ രാജാവായി എന്ന് കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഇദ്ദേഹം ഗലീലയിലെ നസ്രത്തിലേക്ക് ഓടിപ്പോണത്. പക്ഷേ ഈ കുറച്ച് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ BC 4-ാം നൂറ്റാണ്ടിൽ മഹാനായ ഹെറോദോസ് രാജാവ് മരിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഈ ഹെറോദോസ് രാജാവ്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ റോമൻ ഗവൺമെന്റ് റോമൻ സീസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സീസർ അഗസ്റ്റസ് സീസറാണ് അന്ന് സീസർ. അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഈ ഹെറോദ് ദ ഗ്രേറ്റിന്റെ രാജ്യത്തെ 4ആയിട്ട് വിഭാഗിക്കുകയാണ് ചെയ്തത്. 4ആയിട്ട് വിഭാഗിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ 4 മക്കൾക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ഈ പച്ച നിറത്തിൽ കാണുന്ന ഭാഗത്താണ് ജെറുസലേമും ബെത്ലഹേമും ഒക്കെ ഉള്ളത്. അവിടെയാണ് ഹെറോദ് അർക്കെലാവോസ് ഭരിച്ചിരുന്ന സ്ഥലം. അപ്പൊ അയാളെ പേടിച്ചിട്ട് ഗലീല, ആ പിങ്ക് കളറിൽ കാണുന്ന സ്ഥലം, ഗലീലയ്ക്ക് പോയി എന്നാണ് മത്തായി ബൈബിളിൽ പറയുന്നത്. ഈ ഗലീല ഭരിച്ചിരുന്ന ആരാ? ഹെറോദ് അന്തിപ്പാസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ തന്നെ വേറൊരു മകനാണ് ഈ ഗലീല അല്ലെങ്കിൽ നസ്രത്ത് ഭരിച്ചിരുന്നത്. ഈ കഥ മത്തായിക്ക് അറിഞ്ഞിട്ടാണോ അറിഞ്ഞുവിടാത്താണോ എന്ന് അറിയില്ല. ഇപ്പൊ രാജാവിന്റെ മകനെ പേടിച്ചിട്ടാണ് ഇവിടെ താമസിക്കാതെ അപ്പുറത്തോട്ടാണ് പോയെന്നാണ് പറയണത്. പക്ഷെ ആ രാജാവിന്റെ അടുത്ത മകനാണ് അപ്പുറത്തും ഭരിക്കണത്. അപ്പം ഇനി നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച് ഇത് തന്നെ പറയുന്നത്, വിശുദ്ധ ലൂക്ക എഴുതുമ്പം അദ്ദേഹം ഇതിന് ശേഷമാണ് എഴുതുന്നത്. വളരെ വ്യക്തമായ തെളിവുണ്ടെങ്കിലും സഭ അത് കറക്റ്റായിട്ട് പറയാതെ, ഇതും കത്തോലിക്ക POC ബൈബിളിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. ലൂക്ക ഇങ്ങനെ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു, അദ്ദേഹം ഇന്ന കാലത്ത് എഴുതിയതായി കരുതപ്പെടുന്നു എന്നൊക്കെയാണ് സഭ അവിടെ പറയുന്നത്. അപ്പോൾ ഈ ലൂക്കയുടെ കഥയിലേക്ക് വരുമ്പം ഈ സെയിം നേറ്റിവിറ്റി കഥ, ഈ സെയിം തിരുപ്പിറവിയുടെ കഥ ലൂക്ക പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ആദ്യത്തേതിൽ ഇവർ ബെത്ലഹേമിൽ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവിടെ വെച്ചിട്ട് യേശു ജനിക്കാനുണ്ടായത് ആദ്യം പറഞ്ഞ മത്തായി എന്ന് പറഞ്ഞ ആളുടെ കഥയിൽ. ലൂക്കായുടെ കഥയിലേക്ക് വരുമ്പം യേശുവിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് നസറേത്ത് എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് അവരവിടെ താമസിക്കുന്നത്. പക്ഷേ വേറെ ഒരു പ്രവചനം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട്, ദാവീദ് എന്ന് പറയുന്ന ആളുടെ സിറ്റി ബെത്ലഹേമാണ്, അതുകൊണ്ട് അവിടെ യേശു ജനിക്കണം. അപ്പം നസറത്തിൽ നിന്ന് പുള്ളിക്ക് മത്തായിക്ക് യേശുവിനെ ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു. ലൂക്കയുടെ കഥയിൽ യേശുവിനെ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഥയാണ് പുള്ളിക്ക് വേണ്ടത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു സെൻസസിന്റെ ഒരു കഥ പറയുന്നത്, അതായത് ആ ലോകത്തെല്ലായിടത്തും പറഞ്ഞാൽ റോമ സാമ്രാജ്യം മുഴുവൻ എന്ന് എടുക്കാം, എല്ലാവരും അവരവരുടെ പിതാക്കന്മാരുടെ സ്ഥലത്ത് പോയിട്ട് പട്ടണത്തിൽ പോയിട്ട് പേര് സെൻസസിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊരു കൽപ്പന വന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. ഈ ലൂക്ക പറയുന്ന സെൻസസ് എന്ന് പറഞ്ഞാൽ, ലൂക്ക ഒരു സെൻസസിന്, അത് റോമ സാമ്രാജ്യം മുഴുവനായ സെൻസസ് വന്നിട്ടില്ല. ക്വിറേനിയസ് എന്ന് പറയുന്ന ഒരു ഗവർണറുടെ കാലത്ത് നടന്ന സെൻസസിനെ കുറിച്ചാണ് ലൂക്ക പറയുന്നത്. ഈ സെൻസസ് നടന്ന എപ്പോഴാന്ന് വെച്ചാൽ AD 6-ലാണ്. അതായത് BC 4 ഹെറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെറോദ് മരിക്കുന്നു. BC 4 മുതൽ AD 6 വരെ അദ്ദേഹത്തിന്റെ മകൻ അർക്കലാവോസ് ഹെറോദസ് ഭരിക്കുന്നു.
ആ അർക്കലാവോസ് ഹെറോദേസ് അയാളെ പുറത്താക്കിയിട്ടാണ് ക്വിറേനിയസ് എന്ന് പറയുന്ന ഒരു ഗവർണറെ വീണ്ടും റോമൻ ചക്രവർത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു 10-11 വർഷത്തെ ഗ്യാപ്പാണ് ലൂക്ക പറയുന്ന ഈ സംഭവം മത്തായി പറയുന്ന സംഭവമായിട്ടുള്ളത്. ഇത് ഈ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കി കഥ എഴുതുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഈ സെൻസസ് എന്ന് പറയുന്ന ഒരു കഥ കണ്ടുപിടിച്ചിട്ടാണ് നസറേത്തിരിക്കുന്ന യേശുവിനെ ജനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കളെ ബെത്ലഹേമിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബെത്ലഹേമിലേക്ക് കൊണ്ടുവരുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ജോസഫിന്റെ, അതായത് മറിയയുടെ ഭർത്താവിന്റെ പൂർവികനാണെന്നാണ് പറയപ്പെടുന്നത്. എത്ര വർഷം പഴയ പൂർവികൻ? 1000 വർഷം പഴയ പൂർവികൻ. നമുക്ക് എത്ര പേർക്കറിയാം? നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അച്ഛൻ്റെ അച്ഛനല്ലേ അമ്മയുടെ അമ്മ, അതിനപ്പുറത്തേക്കുള്ള എത്ര പേരെ നമുക്കറിയാം? എനിക്കറിയില്ല, പേര് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല, അറിയില്ല, ഒരു കഥ അറിയില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത്രയ്ക്കേ അറിയുള്ളൂ. ഇപ്പം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ 1000 വർഷമുള്ള പൂർവികർ അറിയാവുന്ന ഒരാൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവ് മാത്രമായിരിക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ ബെത്ലഹേമിലോ അല്ലെങ്കിൽ നസറേത്തിലോ എവിടെയെങ്കിലും ആയിരിക്കട്ടെ ജനിച്ചിരിക്കുന്ന ഒരു മരപ്പണിക്കാരനായ ഒരു മനുഷ്യന്റെ 1000 വർഷം മുന്നേ ഉള്ള പൂർവികനായ ദാവീദിന്റെ ആ സ്ഥലം തപ്പിപ്പിടിച്ചിട്ട് അവിടെ പോയിട്ട് സെൻസസിൽ പേര് ചേർക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി വിശ്വസിക്കാൻ കൊള്ളാവുന്ന കഥയൊന്നുമല്ല. ഒരു പക്ഷേ ഈ മത്തായി എന്ന് പറഞ്ഞ വ്യക്തി സുവിശേഷം എഴുതുമ്പോൾ ഈ യേശുവും ഈ ദാവീദും തമ്മിലുള്ള ഈ 1000 വർഷത്തെ ഗ്യാപ്പ് എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഇല്ലാതെ എഴുതി പിടിപ്പിച്ച ഒരു കഥയാണ്. അല്ലാതെ 1000 വർഷം മുന്നേ ഉള്ള ഒരു പൂർവികന്റെ പട്ടണത്തിൽ പോയി നമ്മുടെയൊക്കെ 1000 വർഷം മുന്നേ ഉള്ള ഇപ്പം AD ഇന്നിപ്പം 2017 1017 നമ്മുടെ പൂർവികർ ആരായിരുന്നു, അവർ ഏത് ദേശത്ത് ജീവിച്ചിരുന്നു, ഏത് കാട്ടിലോ ഏത് നഗരത്തിലോ എവിടെ ജീവിച്ചിരുന്നു നമുക്കാർക്കെങ്കിലും അറിയാം? ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ടൻ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ഗവൺമെന്റും ഒരു ലോകത്തും ഒരിക്കലും കൊടുക്കില്ല. ഇതെല്ലാം ഈ കഥ വെറും മിത്താണെന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകളിലേക്കാണ് ഇത് പോണത്. അപ്പം വേറെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് പറയുന്നത്, അപ്പൊ അവിടെ പറയാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവിടെ മറ്റേ മത്തായിയുടെ കഥയിൽ വരുന്നത് കുറെ രാജാക്കന്മാരാണ് യേശുവിനെ കാണാൻ വരണമെങ്കിൽ, കുറെ ആട്ടിടയന്മാരാണ് ലൂക്കായുടെ കഥയിൽ വരുന്നത്. അതുപോലെ ഇവിടെ മറ്റേ ഈജിപ്തിലേക്ക് പോയ കഥയൊന്നും ലൂക്കായുടെ ഇതിലില്ല. ഇവര് ഈ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നത് മാത്രമല്ല, ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിനെ 8-ാം നാളിൽ മറ്റേ ചേലാകർമ്മം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതിന്റെ കഥയൊക്കെ ലൂക്ക പറയുന്നുണ്ട്. അതൊന്നും മത്തായി പറയുന്നില്ല. അപ്പം ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യേശു എന്ന് പറയുന്ന വ്യക്തി ജൂതന്മാരുടെ രാജാവ്, ജൂതന്മാരുടെ പല പ്രവചനങ്ങൾ നിറവേറിയാണ് ഈ യേശു എന്ന വ്യക്തി ജീവിച്ചിരുന്നത് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് മത്തായി എന്ന് പറയുന്ന സുവിശേഷ എഴുതിയ ആൾക്ക് കാണുന്നത്. ലൂക്ക എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു യേശുവിന്റെ കഥയാണ്. അദ്ദേഹം പറയുന്ന യേശു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ യേശുവാണ്. ഓക്കെ, അദ്ദേഹം ഒരു ജനകീയനായ ഒരു യേശുവാണ്. അതുകൊണ്ട് അദ്ദേഹം ജനിച്ചത് പുൽക്കൂട്ടിൽ, അദ്ദേഹത്തെ കാണാൻ വന്നത് ആട്ടിടയന്മാര്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജെറുസലേമിൽ ദേവാലയത്തിൽ പോയപ്പം അർപ്പിച്ചത് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ നേർച്ച, ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതേസമയം മത്തായി പറയുന്ന യേശു എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ പ്രൗഢിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഹെറോദാസിന്റെ കൊട്ടാരത്തിൽ, അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്നത് കിഴക്കുന്നുള്ള രാജാക്കന്മാർ, അദ്ദേഹം പിന്നെ പലായനം ചെയ്ത് ഈജിപ്തിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു കഥ. ഈ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു പോകുന്നതും അതും വേറൊരു കഥയാണ്. കാര്യം, ജൂതന്മാരുടെ പഴയൊരു നേതാവുണ്ട് മോസസ്. അവരെ ആദ്യകാലത്ത് ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം, ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ മോസസ്. ഈ മോസസുമായിട്ട് യേശുവിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ ഒരു വ്യഗ്രത മത്തായി എന്ന് പറയുന്ന ആളുടെ സുവിശേഷത്തിൽ കാണാം. ഇപ്പം ഈ പഴയ കഥയിൽ ജോസഫ് എന്ന് പറയുന്ന പഴയ ഒരു 1500-1600 വർഷം പഴയ ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഈജിപ്തിലേക്ക് ഓടിപ്പോയൊരു കഥയുണ്ട്. അതിന് പാരലായിട്ട് യേശുവിന്റെ അച്ഛനായ ജോസഫിനെ ഇദ്ദേഹം ഈജിപ്തിലേക്ക് വിടുന്നു. അവിടുന്ന് ഈജിപ്തിലേക്ക് പോയിട്ട് ഈജിപ്തിൽ നിന്ന് പിന്നീട് മോസസ് എന്ന് പറയുന്ന ഒരാൾ ജനിക്കുന്നു. മോസസിനെ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ഒരു രാജാവിനെ പേടിച്ച് മോസസ് അവിടുന്ന് ഓടിപ്പോകുന്നു. ആ രാജാവ് മരിച്ച ശേഷം മോസസ് തിരിച്ചു വരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഹെറോദ് ദ ഗ്രേറ്റ് മരിച്ചതിന് ശേഷം യേശുവിന്റെ അച്ഛനായ ജോസഫ് യേശുവിനെ കൊണ്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ ഈ മത്തായി എന്ന് പറയുന്ന സുവിശേഷത്തിൽ ഒരു വ്യഗ്രതയാണ് പുള്ളിക്ക്. ഇല്ലാത്ത പ്രവചനങ്ങൾ കണ്ടുപിടിച്ച്, മറ്റേ നസ്രായൻ എന്ന് പറഞ്ഞ് കന്യക, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെ പല പ്രവചനങ്ങൾ, ചിലപ്പം എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പ്രവചനമാണ്. ആ പ്രവചനം അല്ലത്, അത് പണ്ട് നടന്നു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ആരോ എഴുതിയൊരു കവിതയാണ്. ആ സംഭവം ഇങ്ങനെ നടന്നതിനെ കുറിച്ച് ഒരാൾ എഴുതിയ കവിത എടുത്തിട്ട് ഇത് പ്രവചനമാണ്, ഇത് യേശുവിനെ കുറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഡെസ്പെറേറ്റ് ആണ്. യേശു പ്രവചനം വഴി ജനിച്ചു എന്ന്. അതേസമയം ലൂക്ക വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ലൂക്ക പോകുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായ 3 വ്യത്യാസങ്ങൾ, ഈ 2 പ്രാവശ്യമാണ് യേശുവിന്റെ ജന്മകഥ ബൈബിളിൽ വിസ്തരിക്കുന്നത്. 2 പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ യേശുവിന്റെ കുടുംബം മത്തായി പറഞ്ഞനുസരിച്ച് ബെത്ലഹേം എന്ന് പറയുന്ന താഴെയുള്ള ജൂദയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത്. ലൂക്കായുടെ പ്രകാരം ഇദ്ദേഹത്തിന്റെ കുടുംബം നസ്രത്തിലാണ് താമസിക്കുന്നത്. വേറൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രാജാവായിട്ട് ഒരാൾ ഉയർത്തി കാണിക്കുമ്പോൾ പാവപ്പെട്ടവനായിട്ടാണ് മറ്റൊരാൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നത്. മൂന്നാമത് ഞാൻ പറഞ്ഞ 12 വർഷത്തെ വ്യത്യാസം, അതായത്
മഹാനായ ഹെരോദ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ അർക്കലാവോസ് ഹെരോദും കഴിഞ്ഞ് പിന്നെ വരുന്ന ക്ലോഡിയസിന്റെ കാലത്ത്, അതായത് 12 വർഷത്തോളം വരുന്ന 11 വർഷത്തോളം, കാര്യം BC 0 എന്ന് പറയുന്നതിൽ AD 0 എന്ന് പറയുന്ന ഒരു സംഭവമില്ല. BC 1 കഴിഞ്ഞാൽ പിന്നെ AD 1 ആണ്. അപ്പോൾ 12 ഇല്ല, 6 12 ഇല്ല, 11 വർഷത്തെ ഗ്യാപ്പിലാണ് ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും ചരിത്രപരമായിട്ട് ഏകദേശം ഒരു കാലം പറഞ്ഞാൽ ഓക്കെ, ചരിത്രപരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 12 വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു മിത്താണ്. ഇതിലപ്പുറത്തേക്കുള്ള യാതൊരു വസ്തുതയും ഇതിൻ്റെ അകത്തില്ല. ഇനി അടുത്തത് ഈ തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന തിരുപ്പിറവി യേശുവിൻ്റെ ജന്മമാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണോ എന്നുള്ളൊരു അന്വേഷണത്തിൽ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളൊരു അന്വേഷണത്തിലേക്കാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി കത്തോലിക്കൻ്റെ റെസ്പോൺസ് ഇതാണ്, വിട്ടുകള വർക്കിച്ച. ഈ ബൈബിളൊക്കെ ആരും വിശ്വസിക്കും? നമ്മൾക്ക് നമ്മളുടേതായ പാരമ്പര്യമുണ്ട് അതിനെക്കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ അശാസ്ത്രീയമായിട്ട് അൺസയന്റിഫിക് ആയിട്ട് ബൈബിളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിട്, നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ചില സമയത്ത് കത്തോലിക്കർ ബൈബിളിനെ പുച്ഛിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകം തന്നെ അല്ലേ, ഇനി വേറെയുള്ളവർ ഇവരുടെ തലയെ കൊണ്ട് കെട്ടിയിപ്പിച്ചതാണോ എന്ന് വരെ തോന്നും. അത്ര പുച്ഛിക്കുന്ന സമയമുണ്ട് ചില സമയത്ത്. കാര്യം ഇതൊന്നും കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അടുത്തത് വേറൊന്ന്, സയൻസിൽ നിങ്ങൾ സയൻസുമായിട്ട് കോൺട്രഡിക്ട് ചെയ്യുന്ന എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, സയൻസ് കണ്ടുപിടിച്ച് തന്നെ ഞങ്ങളല്ലേ, എവല്യൂഷൻ കണ്ടുപിടിച്ച ഒരു പാതിരിയല്ലേ, ബിഗ് ബാങ് കണ്ടുപിടിച്ച ഒരു പാതിരിയല്ലേ, സയൻസിന്റെ സ്വന്തം ആൾക്കാർ ഞങ്ങളല്ലേ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു ശരാശരി യുക്തിവാദിക്ക് തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവന്മാർ നമ്മളെക്കാളും വലിയ ശാസ്ത്രവാദികളാണല്ലോ, ഇവർക്കിനി എന്താണ് ഇല്ലാത്തത്? അങ്ങനെ ഒരു പോപ്പ് വരെ പോയിട്ട് പറയുന്നു പരിണാമമാണ് ശരി, ബിഗ് ബാങ് ആണ് ശരി, ദൈവം മജീഷ്യൻ അല്ല എന്നൊക്കെ പോപ്പ് വരെ പറയുന്നു. അപ്പം നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഇതാണ്, അതായത് മറ്റേ കളിമണ്ണ് കുറെ മതപുസ്തകവും ജൂതന്മാരുടെ മതപുസ്തകവും പൊക്കി പിടിച്ച് കളിമണ്ണ് കുഴച്ച കഥയും വെച്ച് നിങ്ങളുടെ ഊരേനെ പെന്തിക്കോസുകാരെന്ന് വിചാരിച്ചു കത്തോലിക്കനുണ്ടാ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മുടെ മുമ്പിൽ ഇദ്ദേഹം വരണത്. പക്ഷേ ഇതിങ്ങനെ അല്ല സംഭവം. കാര്യം പുള്ളിക്ക് ദൈവം ബൈബിളൊന്നും അല്ല പ്രശ്നം. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം മാറും. ഈ മാതിരി വിട്ടുകളെ വിറക്കിച്ചതെന്നുള്ള ഡയലോഗൊക്കെ മാറിയിട്ട് സംഭവം മാറും. ഈ ഒരു ടോണിലേക്ക് പോകും. നീ ആരാടാ എന്ന് ചോദിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വരും. കാരണം ഇവരുടെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാരാണെന്ന് നമുക്കൊരു അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ചില സഭകളുണ്ട്, മറിയം മുട്ടത്തോട് യേശു കോഴിക്കുഞ്ഞ് പോന്നാ പിന്നെ തോടിന് വില, മറിയം പഴത്തൊരു യേശു പഴം പോന്നാ തൊലിക്ക് വില. റാന്നിയിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് അടൂരിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു ബെന്തിക്കോസ് പാസ്റ്റർ എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ മര്യാദക്കിരിക്കുക, എന്നെ ചോദ്യം ചോദിച്ചു, എല്ലാ സഭയിലെ അച്ഛനായത്. ഞാൻ പറഞ്ഞു കത്തോലിക്ക സഭയിലെ അച്ഛൻ, പിന്നെ കറുത്തതോടെ വെള്ളം വേണ്ട ഇടാൻ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വർഗത്തെ കാണുന്നത് പോലും എനിക്ക് അമർഷമാണ്, അതുകൊണ്ട് കരിങ്കുടിക്ക് പോലുള്ളോ ഉടനെ പറഞ്ഞു അച്ഛാ അറിയത്തില്ല എന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഞങ്ങള് ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരാണ്, എന്നും വണ്ടി യാത്രയാണ്, ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പൊടി പിടിച്ച് കുപ്പായം മുഷിയും, അതുകൊണ്ട് ഏറ്റവും ചവുണ്ട നിറമുള്ള തുണി കൊണ്ട് ലോകത ചെയ്തതാണ് അരകിൽ അറിയിക്കാൻ വേണ്ടി. അയ്യോ കത്തോലിക്കാച്ചനല്ലേ? ഞാൻ പറഞ്ഞു അതെ. എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. എന്നാ വലിയ ചോദിച്ചു, എങ്ങനെയാച്ചാ മറിയം പ്രസവിച്ചിട്ടും കന്യകയായിരിക്കുന്നത്? വെറുതെ എന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ അറിയിരിക്കുന്ന അച്ഛൻ. ഞാൻ പറഞ്ഞു മാതാവിന്റെ കന്യാസോർത്ത് പാസ്റ്റർ ബുദ്ധിമുട്ടല്ല, അത് മാതാവും ദൈവം കൂടെ നോക്കിക്കോളും. ഇങ്ങനെ ഇയാളുടെ സഭയിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കന്യാത്തം കളയാതെ അങ്ങനെയുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടിയ മറുപടി പറയാൻ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞത്. ആദ്യ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കട്ടുകൊണ്ട് പോയി കള്ളന്മാരാണ്. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി സഭയെ ചേർത്ത വൃത്തികെട്ട വർഗമാണ്. അവിടെ ചിലർ നമ്മൾ നിശ്ചിതമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതിനെതിരായി എല്ലാവരും രണ്ട് സുതിപ്പും കൊട്ടും പറഞ്ഞ് നമ്മൾ തോന്നും ബെന്തിക്കോസ് നമ്മളുടെ ഒരുപോലെ ഒന്നുമല്ല. സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്കാ 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്കാ 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലരുടെ 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞ അമ്മമാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് നല്ലവരുടെ മൗനമാ സഭയുടെ ശാപം. അതൊന്നും ഓർക്കുക. ചില വീടുകളിൽ വന്നിട്ട് അവര് പറയുന്ന വാക്ക്, യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട്. മർക്കോസ് 6:3 ഇത് വായിക്കാൻ പറയും. മർക്കോസ് 6:3 പറയുന്നത് എന്താ? യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും ജോസയും. ഇപ്പൊ പറയുന്നു ചുരുങ്ങിയ പക്ഷം മറിയത്തിന് 3 മക്കളുണ്ട്. തെളിവ്
മർക്കോസിന്റെ 6:3. ഇവരിങ്ങനെ പറയുന്ന രീതിയും വ്യത്യാസമുണ്ട്. നമ്മൾ മൈതി പറയും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ലൂക്ക 4-ാം അധ്യായം 21 പറയുന്ന പോലെ. ഇവർക്ക് ഈ ക്ഷമയില്ല, ഇവര് വെടി വെക്കുന്ന പോലെ പറയുള്ളൂ. മത്തായിയുടെ 5:3, മർക്കോസിന്റെ 6:8, ലൂക്കായുടെ 10:11, യോഹന്നാന്റെ 6:21, അവന്റെ അമ്മയുടെ 41. പാലാക്കാരൻ ചേട്ടന് അറിയാവുന്ന ബൈബിളും അറിയാവുന്ന നമസ്കാരവും മുഴുവൻ പറഞ്ഞിട്ട് മറിയം 3 പ്രസവത്തിന് സമ്മതിക്കാതെ ഈ ഗൈനക്കോളജിസ്റ്റ് എഴുന്നേറ്റ് പോവുകയാണ്. അവസാനം ചേട്ടൻ മടുത്തു, തന്റെ തനി രൂപ കൊടുത്തു, മുണ്ട് മടക്കി കുത്തി, തലയിൽ കിട്ടി ശരിക്കും എഴുന്നേക്കണം. എടാ മറിയം 300 പ്രസവിച്ചാലും നിന്റെ അപ്പന്റെ വീട്ടിൽ നല്ലോ ചെലവ് കാലാനുമതിക്ക് ഒറ്റയ്ക്ക്. ചില അവന്മാരോട് ഇങ്ങനെ പറയണം, ഒരു തെറ്റുമില്ല. കാരണം കുടുംബം നശിപ്പിക്കാൻ പറ്റുന്നവരോട് ഒരു പേപ്പട്ടിയെ നേരിടുന്നവരെ നമ്മൾ നേരിടാൻ പഠിക്കണം. അപ്പൊ ഇദ്ദേഹത്തെ നിങ്ങൾ പരിചയമുണ്ടാവും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സൽസ്വഭാവിയും സുമോഹനും ഒക്കെ ആയ ഒരു പ്രൂഗമനവാദി എന്നൊക്കെ അറിയപ്പെടുന്ന കാപ്പിക്കുടി അച്ഛൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ബസ്സിൽ പോവാണ്. അടുത്ത് നിന്നിട്ട് ഒരു പെന്തിക്കോസ് പാസ്റ്ററാണ് വന്നിരുന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒന്ന് പ്രസവിച്ച മറിയ എങ്ങനെ കന്യകയായി? ഇത്ര അങ്ങനെ ചോദിച്ചോളൂ. പിന്നെ വെടിക്കെട്ടായിരുന്നു അവിടെ. പിന്നെ അടുത്ത 3 മിനിറ്റ് കൊണ്ട് ഈ അച്ഛൻ അങ്ങേരുടെ അച്ഛനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, അയാളെ പേപ്പട്ടിന്ന് വിളിക്കുന്നു, നിന്നെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നു, കുറ്റി പറഞ്ഞവന്മാര്, അഡ്രസ് ഇല്ലാത്തവന്മാര്, നിങ്ങളെ കാണുന്നത് പോലെ എനിക്ക് അമർഷമാണ്, മൊത്തം പൊട്ടിത്തെറിയാണ് ഇങ്ങനെ അവിടെ. ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, മേരിയെ കുറിച്ചുള്ള ഒരു ചോദ്യം. അപ്പോൾ ബേസിക്കലി ഈ ഒരു സാധനം വരണമെങ്കിൽ ഓരോരുത്തർക്ക് അവരവരുടേതായ ദൈവമുണ്ട്. ഓക്കെ, ചിലർക്ക് ഇപ്പം രാമനെ കൃഷ്ണനെയും പറഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ എന്താ പറഞ്ഞാൽ അയ്യപ്പനെ പറഞ്ഞാലായിരിക്കും പ്രശ്നം. ചിലർക്ക് അല്ലെങ്കിൽ അമൃതാനന്ദമയ്യെ പറഞ്ഞാലായിരിക്കും പ്രശ്നം. ഇപ്പൊ ഇസ്ലാമിലാണെങ്കിൽ കുറെ അധികം പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു പ്രവാചകനെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യോ കറ ചിലപ്പോൾ കാണില്ല. അപ്പൊ ഓരോരുത്തർക്ക് ഒരു സെൻസിറ്റീവായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ കത്തോലിക്ക മതത്തിലെ ഈ സെൻസിറ്റീവായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറിയയാണ്. കത്തോലിക്ക സഭയിലെ ആക്ച്വൽ ദൈവം എന്ന് പറഞ്ഞാൽ മറിയയാണ്. അവിടെ ദൈവത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. ദൈവത്തിന് സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ഈ ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അവിടെ ഉണ്ട്, ഹെഡാണ്, പക്ഷെ കാര്യം നടത്തുന്നത് വേറെയാണ്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ് എന്നാരും പറയില്ല. കാര്യം പ്രസിഡന്റാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും മുകളിലാണ്. ഓക്കെ, പക്ഷെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെസ് കളിക്കുന്ന ആൾക്കാർ, രാജാവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പുള്ളി ഏറ്റവും നിസ്സഹായനാണ്. പുള്ളിയെ രക്ഷിക്കുന്നത് ക്വീൻ. ഇംഗ്ലീഷിൽ നമ്മൾ ക്വീൻ എന്ന് പറയും, രാജ്ഞിയാണ്. മലയാളത്തിൽ നമ്മൾ മന്ത്രി എന്ന് പറയും. ഈ സെയിം സാധനമാണ് കത്തോലിക്ക സഭയിൽ മേരി എന്ന് പറയുന്ന ദൈവം. ഇവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവരുടെ മതമാണ് കത്തോലിക്ക മതം. അതുകൊണ്ടാണ് ഇപ്പം പണ്ട് കുഴച്ച സിദ്ധാന്തമോ യഹോവയോ യേശുവിനെയോ ബൈബിളിനെയോ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നത്തെ ആൾക്കാർ മേരിയെ പറഞ്ഞാൽ സ്വഭാവം മാറും, നിങ്ങൾ ചീത്ത കേട്ടിരിക്കും. അപ്പം ഈ മേരിയുടെ കഥയാണ് ആക്ച്വലി ഈ എന്താ പറഞ്ഞ തിരുപ്പിറവി. ഇതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായ കഥയുണ്ട്. കാരണം ഈ കാര്യം ഈ യേശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. കത്തോലിക്ക മതത്തിൽ ബൈബിൾ ഇപ്പോൾ കേരളത്തിൽ വന്ന 1981 മറ്റോ മലയാളത്തിൽ ബൈബിൾ വരുന്നത്. അപ്പം ആ കാലത്ത് ഒരു കഥയുണ്ട്. ഒരു കത്തോലിക്ക അച്ഛൻ തന്നെ പറഞ്ഞ കഥയാണ്. ഒരു പള്ളിയിൽ ഒരു അച്ഛൻ വരുന്നു, അച്ഛനിങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. യേശു എന്ന് ആദ്യമായിട്ടാണ് പള്ളിയിരിക്കുന്ന പകുതി ആൾക്കാരാണ് ആദ്യം കേൾക്കണത്. അപ്പോൾ പുറകിൽ നിന്ന് ഒരു ചേർത്തി പ്രായ ഒരു ചേർത്തി അടുത്തിരുന്ന ചേർത്തിയോട് ചോദിച്ചു, എടി ആരായി യേശു? അപ്പോൾ അപ്പുറത്തിരുന്ന് ചേച്ചി പറഞ്ഞു, എടി അത് നമ്മുടെ മറിയയുടെ മോൻ. ഓക്കെ, അപ്പോൾ മറിയയുടെ 3 അഡ്രസ്സിലാണ് യേശു കത്തോലിക്ക സഭയിൽ കേരളത്തിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങുന്നത്. അതും ബൈബിള് 81 ബൈബിള് വന്നതിന് ശേഷമാണ്. അപ്പം ഈ മോസ്റ്റ് ബ്ലെസ്ഡ് വെർജിൻ മേരി എന്നൊക്കെ പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവരുടെ വേദപാഠത്തിലൊക്കെ നീണ്ട വർണ്ണനകളാണ് ഇവരെ കുറിച്ചുള്ളത്. അപ്പോൾ മറിയം എന്ന് പറഞ്ഞാൽ എല്ലാ വിശുദ്ധന്മാരെക്കാളിലും മുകളിലാണ്, ദൈവത്തെക്കാൾ ഒരു അല്പം താഴെയാണ്. അതുപോലെ അവരുടെ പേരിൽ ആരാധന, പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ട്. മറിയത്തിന് സാധാരണ മനുഷ്യരെ പോലെ പാപം കൂടിയിട്ടല്ല, പാപം ഇല്ലാതെയാണ് മറിയം ജനിച്ചത്. ഇങ്ങനെയുള്ള പല കഥകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പൊ തിരുപ്പിറവിയുടെ രഹസ്യം എന്നൊക്കെ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഇതുപോലുള്ള പടങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാം മാതാവ് തന്നെയാണ് അവിടെ താരം. അതിങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ മാതാവ് പ്രത്യക്ഷപ്പെടും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നിത്യസഹായ മാതാവ്, വ്യാകുല മാതാവ്, പിന്നെ ആരോഗ്യ മാതാവ്, തമിഴ്നാട്ടിലേക്ക് പോയ വേളാങ്കണ്ണി മാതാവ്, കൊരട്ടി മുത്തി, വല്ലാർപാടത്തമ്മ, ഇങ്ങനെ പല പേരിൽ പല സ്ഥലത്ത് ഇതേ അമ്മ അറിയപ്പെടും. ഇപ്പം ഈ വല്ലാർപാടത്തമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മുക്കവും കടലിൽ പോയപ്പം ഒരു കയ്യിലൊരു കുട്ടിയെ പിടിച്ച ഒരു സ്ത്രീ വന്ന് അയാളെ കടലിൽ നിന്ന് മുങ്ങിച്ചാവാൻ പോയപ്പോൾ രക്ഷിച്ച് കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് വല്ലാർപാടത്ത് പള്ളി ഉണ്ടായത്. പക്ഷെ ഇവിടെ ഓക്കി വന്നപ്പം കുഞ്ഞിനെ പിടിച്ച ഒരു സ്ത്രീയും പോയില്ല രക്ഷിക്കാനായിട്ട്. ഒന്നും നടന്നില്ല. ആ നാണക്കേട് മറച്ചു വെക്കാനായിട്ട് സഭ ഇപ്പം
സർക്കാരിന്റെ മെക്കിട്ടുകയറാണ്. സർക്കാർ എന്താ സഹായധനം കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഈ എംബാരസ്മെന്റ് മറച്ചു വെക്കണം. അതായത് മാതാവ് അല്ലെങ്കിൽ ദൈവം വന്നിട്ട് ഈ ആൾക്കാരെല്ലാം ആരോ പറഞ്ഞത് വളരെ ശരിയാണ്. അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെ തെറ്റാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഉദ്ദേശത്തിലാണ് പറഞ്ഞെങ്കിലും, അതായത് യേശു രക്ഷിക്കും അല്ലെങ്കിൽ മാതാവ് രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ക്രിസ്തുമതത്തിൽ ചേർത്തത്. പക്ഷെ രക്ഷിക്കേണ്ട സമയമായപ്പോൾ ആരും വന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. അതാണ് വസ്തുത. അത് വസ്തുത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ അങ്ങാടി തോറ്റാണ് അമ്മയുടെ എന്ന് പറഞ്ഞ പോലെ സർക്കാരിന്റെ മെക്കിട്ട് കയറുന്നു. ഓക്കെ, ഇനി എന്തിനാണ് ഇതിന്റെ ഒരു ചെറിയൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. അതായത് ഈ കന്യാമറിയത്തിന് അല്ലെങ്കിൽ മറിയം കന്യകയോ അല്ലെന്നുള്ളത് നമുക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സഭയുടെ നിലപാടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചോ ലൈംഗികതയെക്കുറിച്ചോ ഒക്കെ നോക്കും വളരെ വികലമായ കാഴ്ചപ്പാടുകൾ സഭയ്ക്കുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ് ഈ വെർജിനിറ്റി, കന്യകാത്വം എന്ന് പറയുന്ന സംഭവത്തോടുള്ള ഒരു അടങ്ങാത്ത ആവേശം. അതായത് സാധാരണ ഒരു ഭാര്യയും ഭർത്താവും കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്തോ കുറവ്, പ്രവാചകനാവാൻ ദൈവമാവാൻ അത് പോരാ. ഓക്കെ, അതായത് ലൈംഗികത അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഈ സഭയ്ക്കുള്ളത്. അത് സമൂഹത്തിലേക്ക് വരുന്നത് സമൂഹത്തിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് സഭയുടെ കാറ്റഗിസത്തിൽ നിന്ന് വന്ന ഞാൻ പറഞ്ഞല്ലേ, അവിടെ പറയുന്നത് സെക്ഷൽ പ്ലഷർ ഈസ് മോറലി ഡിസോർഡേർഡ് വെൻ സോട്ട് ഫോർ ഇറ്റ് സെൽഫ്. നിങ്ങൾ ലൈംഗികത ആസ്വദിക്കുന്നത് തെറ്റാണ്, അത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് സഭ പറയുന്നത്. ഇതിൽ നിന്നൊക്കെ വളരെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എപ്പോഴും കാണാറുള്ളതാണ് ഈ സ്വർഗ പ്രേമം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അബോർഷൻ, ഈ എയ്ഡ്സ് കൺട്രോൾ. എന്തൊരു പ്രശ്നം വന്നാലും സഭ ലോകം മുഴുവൻ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്തെല്ലാം ഈ മാതിരി വികലമായ ആശയങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു ചേരും. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നമ്മൾക്ക് ഇപ്പം നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലോ ഒക്കെ പഠിപ്പിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഒരു കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ മൊത്തം പാവാണ്. ഓക്കെ, വിവാഹത്തിന് മുമ്പ് വിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല, വിവാഹം കഴിച്ചാലോ എന്നാലും പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഒരു ലൈംഗിക വികാരം പ്രത്യുൽപാദനത്തിലുള്ള ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവണം? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കണം. അവിടെ വരുമ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ എന്ന് എഴുതണം. അന്നേരം മാത്രം നിങ്ങൾക്ക് ആ വാചനം വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ലൈംഗിക വികാരം ഉണ്ടാവാവുള്ളൂ. അതിനപ്പുറത്തോ അതിന് മുമ്പോ അതിന് ശേഷമോ തോന്നുന്ന ലൈംഗിക വികാരം മൊത്തം പാവമാണ്. മക്കളുണ്ടായി കഴിഞ്ഞാലോ 2-3 നിങ്ങൾക്ക് ആവശ്യത്തിന് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കണം എന്ന് വരെ പ്രസംഗിക്കുന്ന അച്ഛന്മാർ ഈ സഭയിലുണ്ട്. വിശ്വാസം ഒരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇതിന്റെ വികലമായ മനോഭാവം വൈദ്യശാസ്ത്രമോ അല്ലെങ്കിൽ നമ്മുടെ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളോ എങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാതിരുന്ന കാലത്തുണ്ടാക്കിയ ഗോത്രവർഗ നിയമങ്ങൾ ഇന്നും സഭ വിവിധ രീതിയിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. സോ ബേസിക്കലി ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു മിത്മസ് ആണ്, അല്ലെങ്കിൽ ഒരു മേരിയുടെ ഒരു പെരുന്നാളാണിത്. അതിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മിത്താണ്. ഇന്നത് ആഘോഷിക്കുന്ന രീതിയിൽ, മതം ആഘോഷിക്കുന്നതായ അതിൻ്റെ രീതിയിൽ ക്രൈസ്റ്റിന് പ്രത്യേകിച്ച് റോളൊന്നും അവിടെ ഇല്ല. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഈ മാതാവിനെ ഇങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കന്യക ജനനമാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് സഭയ്ക്കുണ്ടല്ലോ. ഈ ഒരു കാര്യത്തെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ സഭ പറയുന്നത് വെർജിൻ ബർത്തിനെ കുറിച്ച് നമ്മുടെ ബൈബിൾ പറയുന്നത്, പുതിയ നിയമം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബാക്കി എന്ത് ശരിയല്ലെങ്കിലും കന്യകാ ജനനം ശരിയാണ് എന്നാണ് കത്തോലിക്ക സഭയുടെ വേദപുസ്തകത്തിൽ പറയുന്നത്. അവരിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് യെശയ്യ എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു പഴയ ഒരു പ്രവാചകന്റെ പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നത് ബിഹോൾഡ് എ വെർജിൻ ഷാൽ കൺസീവ് ആൻഡ് ബെയർ എ സൺ, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് യേശു ജനിക്കുന്നതിന് 700 വർഷം മുന്നേ ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഭയുടെ വേദോപദേശത്തിൽ സഭയുടെ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നത്. ഇനി ആക്ച്വലി ഈ പറഞ്ഞ കന്യക എന്നുള്ളൊരു വാക്ക് ബൈബിളിൽ ഇല്ലെന്ന് എഗൈൻ ഞാനല്ല പറയുന്നത്, കത്തോലിക്ക സഭയുടെ POC ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അവിടെ അവർ തർജ്ജിമ ചെയ്തിരിക്കുന്നത് തന്നെ യെശയ്യ എന്ന് പറയുന്ന പുസ്തകം തർജ്ജിമ ചെയ്തിരിക്കുന്നത് കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇത്രയാണ് ഈ പറഞ്ഞ 700 വർഷം മുന്നേ എഴുതിയെന്ന് പറയുന്ന പുസ്തകം. യുവതി എന്നുള്ളൊരു വാക്ക് അത് തെറ്റായിട്ട് ഈ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ കന്യക എന്ന് തെറ്റായിട്ട് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ബുക്കാണ്, ഒരു വാക്കാണത്. പക്ഷെ ഈ മത്തായി എന്ന് പറയുന്ന സുവിശേഷം എഴുതിയ വ്യക്തിക്ക് ഹീബ്രു അറിയില്ല. അദ്ദേഹം ഗ്രീക്ക് വേദപുസ്തകം മാത്രമേ, ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് വായിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പല പല പ്രവചനങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നിവർത്തിയാക്കാനുള്ള ഒരു വ്യഗ്രതയിൽ കന്യകാജനനം എന്നൊരു പ്രവചനം ഉണ്ടല്ലോ, അതും ശരിയാക്കിയേക്കാം, വേണം ഇന്നലെ പുറപ്പെട്ടേക്കാന്ന് പറഞ്ഞ പോലെ ഇനി അത് ശരിയാക്കിയേക്കാന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ചേർത്ത ഒരു കഥയാണ്. ആക്ച്വലി ഒരു തെറ്റിദ്ധാരണ, ഒരു വാക്ക് തെറ്റായി തർജ്ജിമ ചെയ്തതിൽ നിന്ന് വന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ കന്യകാജനനം. ഇതിന് അഡീഷണൽ ഞാൻ വേറെ തെളിവുകൾ കാണിച്ചു തരാം.
ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സിന്റെ ബൈബിളാണ്. അവിടെയും സെയിം യങ് വുമൻ, യുവതി, ചെറുപ്പക്കാരി, പെൺകുട്ടി എന്നുള്ള അർത്ഥം മാത്രമേ ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ വന്ന് കന്യക നമ്മളെ പഠിപ്പിക്കുന്ന കത്തോലിക്കർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ മെത്രാൻ സമിതിയെ, കേരളത്തിലും അമേരിക്കയിലും ഒക്കെയുള്ള മെത്രാൻ സമിതിയെ ഹീബ്രു പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരുടെ ബൈബിൾ ആദ്യം തിരുത്തിച്ചിട്ട് പിന്നെ നമ്മളോട് കന്യക എന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട്. ഇനി ഈ യങ് വുമൻ എന്നുള്ളത് തർജ്ജിമ ചെയ്ത് പോരാഞ്ഞിട്ട് ഇത് മറ്റേ അമേരിക്കൻ ബൈബിളിന്റെ ഫുട് നോട്ടാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നത് അത് ഏത് വാക്കാണെന്നും കൂടി പറയുന്നുണ്ട്. അൽമ എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്ക് തെറ്റായിട്ട് പാർത്തിനോസ് എന്ന് പറയുന്ന കന്യക എന്ന അർത്ഥം വരുന്ന ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തു എന്ന് കഥ വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ മെത്രാൻ സമിതി അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു തെളിവ് വേണോ എന്ന് എനിക്കറിയില്ല, എന്നാലും തെളിവുണ്ട്. അതായത് ആക്ച്വൽ ഒരു വെർജിൻ എന്നുള്ള ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ ബൈബിൾ 2-3 സ്ഥലത്ത് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, ഒരാൾ പറയുന്ന ഒരു വാക്കാണ്. വേറൊരു സ്ഥലത്ത് അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യകത്വത്തെ പറ്റി വിലപിച്ചു, അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. അടുത്തത്, ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബൈബിൾ പഴയ നിയമത്തിലെ ഭാഷയിൽ വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതിന് വലിയ മഹത്വം ഉണ്ടെന്നുള്ളതല്ല, അത് പറയുന്ന സ്ഥലത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ വ്യക്തമായിട്ടാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പറയുന്ന പ്രവചനത്തിൽ അങ്ങനെ ഒരു വാക്കോ അങ്ങനെ ഒരു പ്രയോഗമോ ഇല്ല. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇതും കത്തോലിക്ക ബൈബിളിൽ നിന്ന് തന്നെ എടുത്താണ്, വേറെ ആരുടെയും ട്രാൻസ്ലേഷൻ ഒന്നുമല്ല. തന്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്ക് കൊടുത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ പ്രലപിക്കുവീൻ എന്നും ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഭർത്താവ് മരിച്ച സ്ത്രീയെ, വിധവയെ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കന്യക എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് പറയുന്ന ഒരു അർത്ഥം ഈ ബൈബിളിലോ ഈ പഴയ നിയമത്തിലോ അവരുടെ തന്നെ കണക്കിൽ എങ്ങും ഇല്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബുക്കിന്റെ ആ ഒരു ആദ്യം കാണിച്ച സ്ലൈഡ് തന്നെയാണ്. അതായത് ആദ്യത്തെ AD 70 മുമ്പ് കുറെ ബുക്ക് എഴുതി, 70 മുതൽ 100 വരെ കുറെ ബുക്ക് എഴുതി, 100-ന് ശേഷം ഏകദേശമുള്ള കാലത്ത് വേറെ കുറെ ബുക്സ് എഴുതി. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ ആദ്യം എഴുതിയ 7 ബുക്കിൽ എങ്ങും അവിടെ ഈ കന്യകാജനനം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതായത് യേശു എന്ന വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ച് 70 വർഷം വരെ ഇങ്ങനെ ഒരു കഥ ആരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് നടത്തുന്നതായ പല പ്രഭാഷണങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രമാണോ മിത്താണോ എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ. പക്ഷെ ആ പ്രഭാഷണം നമ്മൾ വായിച്ചാൽ അതിലെങ്ങും യേശുവിന്റെ ജനനത്തിന് അല്ലെങ്കിൽ യേശുവിന്റെ ദൈവത്വത്തിന് തെളിവായിട്ട് കന്യകാജനനം എന്ന് പറഞ്ഞൊരു സംഭവം ബൈബിളിൽ എങ്ങും പറയുന്നില്ല. തന്നെയല്ല, ഈ 2 പുസ്തകത്തിൽ ഈ കഥയിൽ ജനിക്കുന്ന സമയത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അതിനുശേഷം പോലും ഈ മത്തായി, ലൂക്കോസ് എന്ന 2 സുവിശേഷങ്ങളിൽ അതിനുശേഷം പോലും ആ സമൂഹത്തിൽ ആരെങ്കിലും യേശു വലിയ ആളാണെന്നോ പ്രവാചകനാണെന്നോ തെളിയിക്കാൻ വേണ്ടി എവിടെയെങ്കിലും യേശു കന്യകയുടെ മകനാണ് എന്ന് ഒരു കഥാപാത്രം പോലും എങ്ങും പറയുന്നില്ല. അപ്പൊ ഇത് എഴുതിയ മത്തായി യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ആ ഒരു വ്യക്തിയാണ് എഴുതുന്നത്. എവിടുന്ന് ഈ ന്യൂസ് വന്നു എന്ന് പോലും അങ്ങേര് പറയുന്നില്ല. അപ്പം ഈ ബൈബിൾ നമ്മൾ നോക്കിയാൽ തന്നെ ഈ 2 സ്ഥലത്ത് ഒരു തെറ്റിദ്ധാരണയിൽ ഒരു പ്രവചനത്തെ തെറ്റിദ്ധരിച്ച് മത്തായി ഒരു കഥ ഉണ്ടാക്കുന്നു. അതേ കഥ ലൂക്ക എന്ന് പറയുന്ന വ്യക്തി കോപ്പി അടിക്കുന്നതല്ലാതെ വേറെ എങ്ങും ഉണ്ടാക്കിയ ചരിത്രമാണെങ്കിൽ പോലും, സങ്കല്പിച്ചുണ്ടാക്കിയ ചരിത്രമാണെങ്കിൽ പോലും അവിടെ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിന്റെ ആദ്യത്തെ 1-2 നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ ഒരു കഥ വളരെ പ്രചാരത്തിൽ ഇല്ലാത്തൊരു കഥയാണ് ഈ കന്യകാജനനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ കന്യകാജനനം എന്ന് പറയുന്നത് കഥ പിന്നെ സഭ പൊലിപ്പിക്കുകയാണ്. ഈ 2 ഇതിൽ തീരുന്നില്ല. ബൈബിളിലുള്ളത് ഈ 2 ഇൻസിഡന്റോടെ തീർന്നു. സഭയുടെ ഇതിലേക്ക് വന്നാൽ ഈ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, യേശുവിന്റെ അമ്മ എന്നൊരു കഥാപാത്രത്തിന് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് ഈ പറഞ്ഞ ബൈബിൾ എന്ന് പറയുന്ന ഈ സാഹിത്യത്തിൽ എങ്ങുമില്ല. അതിനുശേഷം AD 325 ക്രിസ്ത്യാനികൾ ഒരുമാതിരി എല്ലാ പ്രൊട്ടസ്റ്റന്റ്സുകാർ ചില പെന്തിക്കോസ്ത് അങ്ങനത്തെ വിഭാഗങ്ങൾ ഒഴിച്ച് ഒരുമാതിരി എല്ലാ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്ന നൈസിയൻ ക്രീഡ്, നിഖ്യാ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞൊരു ഒരു പ്രമാണ ഗ്രന്ഥമുണ്ട് ക്രിസ്ത്യാനികളുടെ. ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിലിങ്ങനെ യേശു പുത്രനായ ദൈവം, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് AD 325 ഈ നൈസിയൻ ക്രീഡ് ആദ്യമായിട്ട് എഴുതി ഉണ്ടാക്കുന്നത്. ഈ AD 325 എഴുതുമ്പോൾ പോലും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചു എന്നല്ലാതെ അവിടെ കന്യകയോ പരിശുദ്ധാത്മാവോ ഒന്നുമില്ല. കോൺസ്റ്റാന്റിനോപ്പിളിൽ AD 381 എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി പഴയ ഡോക്യുമെന്റ് കറക്റ്റ് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയാമിൽ കൂടി മനുഷ്യനായി എന്നൊരു വാക്ക് അവിടെ എഴുതി ചേർക്കുന്നത്. അപ്പോൾ AD 381, അതായത് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഏകദേശം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ എവിടെയെങ്കിലും ഒരു ഡോക്യുമെന്റിൽ വ്യക്തമായിട്ട് ക്രിസ്ത്യാനികൾ എഴുതി ചേർക്കുന്നത്. അപ്പം ഈ
നൈസിയൻ ക്രീഡ് എന്നാണ് ഇത് പറയുന്നതെങ്കിലും കത്തോലിക്ക സഭയിൽ പോയി, അതായത് നിഖ്യാ വിശ്വാസ പ്രമാണം എന്നാണ് പറയുന്നത്. നിഖ്യയിൽ ഇങ്ങനെ എഴുതാത്തത് കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് നൈസിനോ കോൺസ്റ്റാന്റിനോപ്പിളിയൻ ക്രീഡ് എന്നാണ് പറയുന്നത്. നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് എന്നാണ് അവർ പറയുന്നത്. എന്താ കാര്യം കോൺസ്റ്റാന്റിനോപ്പിൾ വന്നില്ലെങ്കിൽ കന്യകജന്മം വരില്ല. അതുകൊണ്ട് എല്ലാവരും നൈസിയൻ ക്രീഡ് എന്ന് പറയുന്ന സാധനം നൈസിയയും കോൺസ്റ്റാന്റിനോപ്പിളും ചേർത്തിട്ടാണ് നമ്മളെ സഭ പറ്റിക്കുന്നത്. ഇനി ഈ കന്യകാത്വം പൊലിപ്പിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് ഈ 4-ാം നൂറ്റാണ്ടിലും തീർന്നിട്ടില്ല. കന്യകാത്വത്തിന്റെ അടുത്ത പടി, അതായത് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് കത്തോലിക്കർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ക്രിസ്തീയ വിഭാഗത്തിന് ഇല്ല. അത് വരുന്ന 1854 അതായത് മറിയ എന്ന് പറയുന്ന വ്യക്തി ജനിക്കുമ്പോൾ തന്നെ പാപങ്ങളില്ല. അതായത് ജനനത്തിന് മുമ്പേ ലോകാവസാനത്തിൽ തന്നെ സർവേശ്വരൻ മേഘപാളിയിൽ ഒരു കന്യകയെ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ വരികയാണ്. അതൊരു വിശ്വാസ സത്യമായിട്ട് 1854 പിയൂസ് 9 മാർപ്പാപ്പ ഒരു ഡോഗ്മ, കാത്തലിക് ഡോഗ്മ എന്ന് പറയുന്ന ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അന്നും അവർ പറയുന്നത് 1-ാം നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യമാണ് ഇതെന്നാണ്. പക്ഷെ രേഖയിൽ വരുന്ന 1854 അതും പോരാഞ്ഞിട്ട് 1950 20-ാം നൂറ്റാണ്ടിലും ഈ പൊലിപ്പിക്കൽ തുടരുകയാണ്. അപ്പോ മാതാവ് പാപമില്ലാതെ ജനിച്ചു. അപ്പൊ സഭയുടെ കണക്കനുസരിച്ച് പാപം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ മരിക്കണത്. അപ്പം പാപമില്ലാത്ത ജനിച്ച മാതാവ് മരിക്കാൻ പാടില്ല. അങ്ങനെ 1950 അതിനൊരു തീരുമാനമായത്. 12-ാം പിയൂസ് മാർപ്പാപ്പ അതിനൊരു തീരുമാനം ഉണ്ടാക്കി. മാതാവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. മരിച്ചത് എന്നോ മരിച്ചില്ലെന്നോ, ചിലർ മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെയെന്ന് പറയുന്നു, ചിലർ മരിച്ചില്ലെന്ന് പറയുന്നു. ഏതായാലും മാതാവ് സ്വർഗ്ഗാരോഹണം ചെയ്തു എന്ന് 1950 സഭ തീരുമാനിച്ചു. ഒരു 70 വർഷമായിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് AD 1-ാം നൂറ്റാണ്ട് AD 30 തുടങ്ങിയെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് വന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വന്ന 1950 ഇനിയും വന്നുകൂടായികയൊന്നുമില്ല. ഇതിൽ വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ അമലോത്ഭവം, ഈ സ്വർഗാരോഹണം കത്തോലിക്ക സഭയിൽ തന്നെ അക്വിനാസ് എന്നൊക്കെ പറയുന്ന, സെന്റ് അഗസ്റ്റിൻ എന്നൊക്കെ പറയുന്ന പലരും പൂർണ്ണമായി യോജിക്കാത്ത നിലപാടുകളാണ് ഇന്ന് സഭ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ പ്രൊട്ടസ്റ്റന്റുകാർ ഓൺലി ബൈബിൾ, ഓൺലി യേശു എന്നും പറഞ്ഞിട്ട് അവർ പോയ വഴിക്ക് ഇവിടെ കുറച്ചുകൂടി പൊലിപ്പിക്കാൻ സെയിലബിലിറ്റി കൂടിയ ഒരു ഐറ്റമാണ് അമ്മദൈവം എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം വാട്ട് എവർ റീസൺ ഈ സാധനം സഭ ഏറ്റെടുത്ത് കന്യകാത്വം ഇങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുവന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സഭയുടെ സെല്ലിംഗ് പോയിന്റ്. സോ ബേസിക്കലി വെർജിൻ ബർത്ത് അങ്ങനെ ഒരു പ്രവചനമില്ല. അങ്ങനെ ക്രിസ്തീയ മതത്തിന്റെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസവുമില്ല. ഇതൊക്കെ പിന്നീട് കയറി വന്ന ഒരു മിത്ത് ആണ്. 100% മിത്ത് ആയതുകൊണ്ട് ചരിത്രത്തിലോ അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തിലോ ഈ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി അവസാനം ഒരു ചെറിയ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. പലരും പറയാറുള്ള ഒരു കാര്യമാണ്, യേശു ചരിത്ര പുരുഷനാണെന്നുള്ളതിന് AD BC എന്നുള്ള 2 ഈ കാലഘട്ടത്തിന്റെ തിരിവിനേക്കാൾ വലിയ എന്ത് തെളിവ് നിങ്ങൾക്ക് വേണം? കാര്യം നിങ്ങൾ ഇന്ന് കലണ്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഇന്നത്തെ തീയതി എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അത് യേശു ജനിച്ചതിന്റെ തെളിവാണ് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത്, എന്നോ ഒരു സമയത്ത് യേശു എന്ന് പറയുന്ന ആൾ ജനിച്ചു, ഉടനെ ആരോ പോയിട്ട് ക്ലോക്ക് ഓൺ ചെയ്തു, ഇന്ന് AD 1 ജനുവരി 1 എന്ന് തീരുമാനിച്ചു എന്നാണ് ആളുകൾ വിചാരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ സംഭവം നടക്കുന്നത് AD 525, അന്ന് AD എന്ന് പറയും, ഇന്ന് CE എന്ന് പറയും. 525 ഇന്ന് നമ്മൾ പറയുന്ന വർഷത്തിലാണ് ഈ പറഞ്ഞ ഈ ഒരു കാൽക്കുലേഷൻ ആദ്യമായിട്ട് വരുന്നത്. ഈ കാൽക്കുലേഷൻ വരുമ്പോഴും ഇദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ ക്വിറീനിയസ് എന്ന് പറയുന്ന ആളുടെ സെൻസസിന്റെ ടൈം എടുത്തിട്ടാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സെൻസസിന്റെ ടൈമും ഹെറോദ് ദി ഗ്രേറ്റിന്റെ മരണസമയവും രണ്ടും കൂടി ചേർത്തിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് സെൻസസ് വെച്ചിട്ടാണ്. പക്ഷേ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അത് പിന്നെ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ വന്നതിന് ശേഷം 16-ാം നൂറ്റാണ്ടിലോ മറ്റോ അത് തിരുത്തി വന്ന സമയത്ത് ഇപ്പോൾ ഏതാണ്ട് BC 4 അതായത് ഹെറോദ് രാജാവ് മരിച്ച വർഷത്തിന് അടുക്കെ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കണക്കിൽ യേശുവിന്റെ ജനനം. അതായത് ക്വിറീനിയസിന്റെ സെൻസസ് നിങ്ങൾ എടുത്താൽ ഈ 11 വർഷം ഞാൻ ആദ്യം പറഞ്ഞ ഗ്യാപ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. ഇദ്ദേഹം ഇത് മാറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ഒരു റോമൻ എംപറർ ആയിരുന്നു. അദ്ദേഹമാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും മാസമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നതിൽ ഏറ്റവും അവസാനത്തെ ചക്രവർത്തി. അങ്ങേരുടെ സ്ഥാനാരോഹണം മുതലുള്ള ഒരു വർഷമായിരുന്നു ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AD എന്ന് ആദ്യം പറഞ്ഞിരുന്നത് ഈ ആനോ ഡയോക്ലീഷ്യൻ എന്നുള്ള, അത് ഡയോക്ലീഷ്യന്റെ വർഷം എന്നായിരുന്നു ആദ്യം ADക്കുള്ള മീനിങ്. അതായത് AD ഇന്നത്തെ 290 മുതൽ മറ്റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വർഷമായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു വ്യക്തിയുടെ പേരിലുള്ള വർഷം നമുക്ക് വേണ്ട.
നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ പേരിലുള്ള വർഷം മതി എന്നൊരു തോന്നൽ 525 വർഷത്തിന് ശേഷം ഈസ്റ്ററിന്റെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പാതിരിക്ക് വന്ന ഒരു തോന്നലിൽ നിന്നാണ്, ഒരു സ്പാർക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. 525 വർഷം. ഓക്കെ, അതിനുശേഷം ഏതാണ്ട് 8-9 നൂറ്റാണ്ടാവുമ്പോഴാണ് ഇത് പൊതുവായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴും AD അല്ലെങ്കിൽ CE എന്ന് പറയുന്ന യേശുവിന്റെ ആ എന്ന് ഉദ്ദേശിച്ച കാലം മുതലുള്ള മുമ്പോട്ടുള്ളത് BC എന്ന് പറയുന്ന കൺസെപ്റ്റ് അന്ന് വന്നിട്ടില്ല. കാര്യം അന്നത്തെ ചരിത്രം അനുസരിച്ചിട്ട് ക്രിസ്തുവിന് പുറകിലേക്ക് ചരിത്രം വളരെ കുറവേ ഉള്ളൂ ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഓക്കെ, ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമൊന്നുമില്ല, മാക്സിമം 1000, 1500, 2000 അതിനപ്പുറത്തേക്കുള്ള ചരിത്രം ഇല്ലാത്തതുകൊണ്ട് പുറകോട്ടുള്ള വളരെയധികം വർഷങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് BC എന്നുള്ളൊരു കൺസെപ്റ്റ് പിന്നെയും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. AD എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് ആദ്യം തുടങ്ങുന്നത്. ഈ AD ഒക്കെ പിന്നീട് ഒരു യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പം ഈ എന്താ പറയുക ബൈസന്റൈൻ എംപയർ, അതായത് ഈസ്താംബുൾ, ഇന്നത്തെ ഈസ്താംബുൾ, കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിന് ശേഷം വന്ന സാമ്രാജ്യം, റഷ്യ പോലുള്ള അവരുടെ കീഴിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏതാണ്ട് 1700 കാലഘട്ടത്തിലൊക്കെ വരെയാണ്, അതായത് 18ാം നൂറ്റാണ്ട് വരെയൊക്കെ സമയത്താണ് ഈ AD BC എന്നുള്ള കാൽക്കുലേഷൻ അവരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഇത് പ്രചാരത്തിലായത് 500 വർഷത്തിന് ശേഷമാണ്. ഓക്കെ, അതായത് നമ്മൾ ഇന്നത്തെ ഒരു കണക്ക് പറഞ്ഞാൽ ഏകദേശം വാസ്കോഡിഗാമ വന്ന സമയം, അല്ലെങ്കിൽ മറ്റേ ബാബർ ഇന്ത്യയിൽ ആക്രമിച്ചു വന്ന സമയം, ഇത്രയും മുന്നേ ഉള്ള സമയത്തിന്റെ ഒരു ഡേറ്റ്, അതൊരു സാങ്കല്പിക കഥയുടെ ഡേറ്റ് 1500 വർഷം, 5 നൂറ്റാണ്ടിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാങ്കല്പിക ഡേറ്റിംഗ് സിസ്റ്റമാണ് ഈ AD എന്ന് പറയുന്നത്. അപ്പൊ ഈ AD നടുക്കൊരു കുരിശും വെച്ച് ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചു എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഫേക്കാണ്. അതിൽ ചരിത്രപരമായ യാതൊരു യാഥാർത്ഥ്യവുമില്ല, അതിൽ ചരിത്രവുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ കഥകൾ, തിരുപ്പിറവി, യേശുവിന്റെ ദൈവത്വം, അതിൽ മാതാവ് എങ്ങനെ കന്യകയായി, മാതാവിന്റെ കന്യകാത്വം പിന്നെ എങ്ങനെ സഭ പൊലിപ്പിച്ചു കൊണ്ടുവരുന്നു, ഇതിന്റെ ചരിത്രപരമായി തെളിയിക്കാനായിട്ട് AD BC, ഇതെല്ലാം വന്നതിനെക്കുറിച്ച് നമ്മുടെ ശശി തരൂർ സാറിന്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്. അതാണ് ഇതിനെ വിവരിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. എക്സാസ്പിറേറ്റിംഗ് ഫറാഗോ ഓഫ് ഡിസ്റ്റോർഷൻസ്, മിസ്റെപ്രസെന്റേഷൻസ്, ഔട്ട്റൈറ്റ് ലൈസ് എന്നൊക്കെ പറയുന്ന സാധനം. ഇതിന്റെ അകത്ത് ഈ 3 വാക്കുകൾ, ഡിസ്റ്റോർഷൻ, മിസ്റെപ്രസെന്റേഷൻ, ഔട്ട്റൈറ്റ് ലൈസ്, ഇതാണ് നമ്മൾ ഈ പറയുന്ന. അതായത് ഒന്ന്, വികൃതമാക്കപ്പെട്ട വളച്ചൊടിക്കപ്പെട്ട വസ്തുതകൾ. രണ്ടാമത്, മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതി കൂട്ടിയ കുറെ കഥകൾ. ഇതിന്റെ എല്ലാത്തിനും മുകളിൽ പച്ചക്കള്ളം, വെറും കല്ല് വെച്ച നുണകൾ. ഇത്രയും 3 സാധനങ്ങൾ എഴുതി കൂട്ടിയ ഒരു പുസ്തകമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ സുവിശേഷമായിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് നേറ്റിവിറ്റി എന്നോ തിരുപ്പിറവി എന്നോ പറഞ്ഞ് ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്.